സുഖ. ഞാൻ ഇതിങ്ങനെ AD ബേസ്ഡായി പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഇത് ഹിജ്റ കണക്ക് AD ബേസ്ഡിലേക്ക് മാറ്റുമ്പോൾ കുറച്ച് പണിയുണ്ട്. എന്നാലും അത് ചെയ്തത് എന്തിനെന്നാൽ നിങ്ങൾ പുതിയ വിദ്യാർത്ഥികൾക്ക് AD BC കൃത്യമായി അറിയും. പ്രത്യേകിച്ച് നമ്മൾ സമന്വയ വിദ്യാഭ്യാസം നേടിയ കുട്ടികൾ, പുതിയ തലമുറ, ഈ ദർസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് നല്ല ഇന്ന് ഒരു കോമൺ എഡ്യൂക്കേഷൻ കിട്ടുന്ന കുട്ടികളാണ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. AD 610 മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്ത്, AD 629 ഹുദൈബിയ സന്ധി, 630 മക്ക ഫത്ഹ്. ഇദാ ജാഅ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം ഇങ്ങോട്ട് വന്നാ വ്യക്തിയല്ല, ഇത് നേടിയതല്ല. ഇദാ ജാഅ നസ്റുല്ലാഹ് വൽ ഫത്ഹ്, ഫത്ഹ് ഇങ്ങോട്ട് വന്നതാ, ഒന്നും കയ്യാങ്കളിയില്ല. എന്തുകൊണ്ട്? മക്കയെ പേടിക്കണം. 632 ഹബീബായ നബി വഫാത്തായി. 632 മുതൽ 634 വരെ, മനസ്സിലായില്ലേ? ഹബീബായ റസൂലുള്ളാഹിന്റെ വഫാത്ത് വരെ മക്കയിൽ ഒരു സൈനിക നടപടിക്ക് സമ്മതിച്ചിട്ടില്ല. AD 632 ഹബീബ് വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ കൂടെ ഇല്ലേ? താരീഖാണ്, ഇത് പഠിക്കണം കേട്ടോ. അത് ലാസ്റ്റ് വരെ പഠിക്കണം. പഠിപ്പിച്ചിട്ട് ഞാൻ വിട്ടുള്ളൂ. ഇത് പഠിക്കാത്ത കുഴപ്പമാണ്. ഇത് പഠിച്ചിരിക്കാം. ഞാൻ ഓർക്കും സംശയം ചോദിക്കാം. ഞാൻ ഈ പറയുന്ന 3 പ്രഭാഷണവും ഇനി പറയാൻ പോകുന്നതിൽ ഓർക്കും ചോദിക്കാം. ഓർക്കും സംശയം ചോദിക്കാം. ഓർക്കും ചോദിക്കേണ്ടി വരില്ല. ഇത് പഠിച്ച ഞങ്ങൾക്കും കിട്ടും. കൃത്യമായി വളരെ അപ്ഡേറ്റബിൾ ആയിട്ട് ആ കാര്യം പറയണം. 632 മുതൽ 32 വരെ മക്കയിൽ ഒരു കയ്യാങ്കളിക്ക് ഹബീബ് സമ്മതിച്ചിട്ടില്ല. തന്റെ അധികാരം ഇല്ലാത്ത കാലത്തുമില്ല. 29 തന്റെ അധികാരമില്ല, എന്നിട്ട് സമ്മതിച്ചില്ല. അതിന്റെ പേര് എല്ലാ പഴിയും ഹബീബ നബി കേട്ടു. പിന്നെ ഹബീബ നബി പറഞ്ഞു കൊടുത്താണ് സത്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടു. 32 ഹബീബ് വഫാത്തായി. 632 മുതൽ 634 വരെ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണകാലം മക്കയിൽ ഒരു അധിനിവേശത്തിനും സമ്മതിച്ചില്ല. 634 മുതൽ 644 വരെ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് ബില്ലാളി വീരൻ, പക്ഷേ മക്കയിൽ ഒന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. മക്കയിൽ ഒരു മരം മുറിക്കേണ്ടതിന് വരെ സഹാബികളെ ഒരുമിച്ച് കൂട്ടി തീരുമാനം ഉണ്ടാക്കിയിട്ട മരം മുറിച്ച്. അതായത് ഹുവൈലിദിന്റെ വീട്ടിന്റെ സൈഡിൽ നിന്ന് ഒരു മരം ഇങ്ങനെ പൊങ്ങിയിട്ട് കഅബാലയത്തിന്റെ മുകൾ ഭാഗത്തേക്ക് വന്നിരുന്നു. ആ ഏരിയയിൽ അളിയഖാൻ, വളരെ കുടിസാണ് എന്ത് മതാഫ്. അവിടെ മതാഫ് വികസിപ്പിക്കേണ്ടതുണ്ടായിരുന്നു സയ്യിദുനാ സിദ്ദീഖിന്, സയ്യിദുനാ ഫാറൂഖിന് റളിയല്ലാഹു അൻഹു. ഹുവൈലിദിന്റെ വീടുകാരിൽ നിന്ന് ആ പൈസ കൊടുത്ത് വീട് വാങ്ങി. എന്നിട്ടും മരം മുറിക്കേണ്ടി വന്നപ്പോൾ സ്വഹാബികളെ കൂട്ടി തീരുമാനം ഉണ്ടാക്കി. ആരെ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. എന്തേ? ഇത് മക്കയാ, ഇത് കളിക്കാൻ പറ്റൂല. 634 മുതൽ 644 വരെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് മക്കയിൽ ഒരു കയ്യാങ്കളിക്ക് സമ്മതിച്ചിട്ടില്ല. 644 മുതൽ 656 വരെ ദുന്നൂറൈൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മക്കയിൽ ഒരു കയ്യാങ്കളിക്ക് സമ്മതിച്ചില്ല. 656 മുതൽ 656 മുതൽ 661 വരെ സയ്യിദുനാ അലിയുൽ മുർത്തള മക്കയിൽ ഒരു കയ്യാങ്കളിക്ക് സമ്മതിച്ചില്ല. മാത്രല്ല, താനുള്ള അന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഖവാരിജുമായി. അപ്പോൾ മക്ക മദീനയിൽ നിന്ന് തലസ്ഥാനം കൂഫയിലേക്ക് മാറ്റി. ആര്? അലി ഇബ്നു അബീ ത്വാലിബ്. ഇതിന് നമുക്ക് കാര്യം മനസ്സിലാക്കാം. എന്തുകൊണ്ട്? എന്നോട് പ്രശ്നമുള്ളവർ ഒരു രക്തച്ചൊരിച്ചിലിന് വന്നാലും എവിടെ നടക്കരുത്? മക്കയിൽ മദീന നടക്കരുത്. ഇതാണ് പല ചരിത്രകാരന്മാരും അലിയാര് അതിന്റെ പേരിൽ ആക്ഷേപിച്ചിട്ടുണ്ട്. എന്ത്? മക്ക മദീനയിൽ നിന്ന് ആദ്യമായി തലസ്ഥാനം മാറ്റിയത് ആരാണ്? അലിയാണ് റളിയല്ലാഹു അൻഹു. പക്ഷേ വളരെ ബുദ്ധിപരമായ തീരുമാനമാണ്. എന്തുകൊണ്ട്? ഖവാരിജ് എന്നൊരു വിഭാഗം അന്ന് കൊല്ലാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അവരാണ് കൊന്നതും. ആരെ? അലിയുൽ മുർത്തളയെ. അപ്പൊ ഒരു കയ്യാങ്കളി പ്രശ്നങ്ങളൊക്കെ നടക്കും. പക്ഷേ അതെവിടെയാകരുത്? അത് മക്കയിലാകരുത്, അത് മദീനയിൽ ആകരുത്. അതുകൊണ്ട് തലസ്ഥാനം കൂഫയിലേക്ക് മാറ്റി. ആര്? സയ്യിദുനാ അലിയുൽ മുർത്തള. ചിന്തിക്കണം. പ്രശ്നക്കാരുടെ കാലം തുടങ്ങി. പിന്നീട് വന്നൊരു മഹാനായ സയ്യിദുനാ മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അവരുടെ തലസ്ഥാനമോ
അവര് മക്കയിലും മദീനയിലും ഒരു കയ്യാങ്കളിക്ക് സമ്മതിച്ചില്ല. പല എതിരാളികളും അന്ന് മുആവിയക്കും ഉണ്ടായിരുന്നു, റളിയല്ലാഹു അൻഹു. സമ്മതിച്ചില്ല. ദമാസ്കസിലേക്ക് മാറ്റി. ആര്? സയ്യിദുനാ ഒന്നൊക്കെ പറ, മുആവിയ ഇബ്നു അബീ സുഫിയാൻ. മഹാനായ സ്വഹാബിയ, വലിയ മഹാന, ലോകം കണ്ട മഹാനാൻ. ആര്? സയ്യിദുനാ മുആവിയ. അമവി ഭരണകൂടത്തിന് കീഴിട്ടത് മഹാനായ സയ്യിദുനാ മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ ഭരണം 661 മുതൽ 680 വരെയാണ്. അതിനിടയിൽ ചില്ലറ മാസം സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ടുണ്ടെങ്കിലും സ്വയം അവർ ഇഹ്തിസാലിലായി. മുസ്ലിം ഉമ്മത്ത് ഭിന്നിക്കരുത്, സ്വയം ഒഴിവാക്കി പോന്നു. ആര്? AD 661 മുതൽ 680 വരെ ഭരിച്ചു. ആര്? മഹാനായ സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു. മക്കയിലോ മദീനയിലോ ഒരു രക്തച്ചൊരിച്ചിലിന് സമ്മതിച്ചില്ല. എന്തേ? പവിത്രമാണ്. ഇവിടുന്ന് പോന്നു. 680 മുതൽ 683 വരെ യസീദിന്റെ ഭരണകാലമാണ്. യസീദ് കർബലായിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തി. അവന്റെ കാര്യം അല്ലാഹു തീരുമാനിക്കും, അതിൽ നമ്മൾ സംസാരിക്കുന്നില്ല. അല്ലാഹു തആല മഹാനായ സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെടുന്ന മുഅ്മിനുകളിൽ അല്ലാഹു നമ്മളെ ചേർത്തിരട്ടെ. അവരുടെ ഹഖ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു വഹാബിയത്ത് ഇല്ലാതെയായി അഹ്ലുസുന്നക്ക് വലിയ വിജയമുണ്ടാകാനും വഹാബികൾക്ക് ബോധമുണ്ടായി അഹ്ലുസുന്നയുടെ പ്രവിശാലമായ വഹാബിയത്തിന്റെ ലീഖിൽ നിന്ന് അഹ്ലുസുന്നയുടെ ഉസ്അത്തിലേക്ക് വരാൻ തെറ്റിദ്ധരിച്ചു പോയ ജനങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. യസീദ് ഭരിച്ചു 680 മുതൽ 683 വരെ. AD 680 യൂഫ്രട്ടീസ് തീരത്ത് വെച്ച് മഹാനായ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ യസീദിന്റെ പട്ടാളം കൊലപ്പെടുത്തി. AD 680. പിന്നെയും ചില്ലറക്കാലം അയാൾ ജീവിച്ചെങ്കിലും അയാൾ പെട്ടെന്ന് മരിച്ചു 683. ഗുരുത്തക്കേട്. കൂടുതൽ സംസാരിക്കുന്നില്ല. മനസ്സിലായോ പറഞ്ഞത്? 680 സയ്യിദ് മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായി. ശ്രദ്ധിക്കണേ. 780 വരെ അമവി ഭരണം. ഞാൻ അമവികളെ കൂട്ടത്തിലേക്ക് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ എണ്ണാറില്ല. എന്തുകൊണ്ട്? മുആവിയ റളിയല്ലാഹു അൻഹു സ്വഹാബിയ, അവരെ ഈ കൂട്ടത്തിൽ കൂടാൻ പാടില്ല. അവർ നീതിമാനായ ഭരണാധികാരി, സത്യത്തിനും മഹാനും. അലി റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു വലിയ ഇഷ്ടക്കാരനും എപ്പോഴും അലി റളിയല്ലാഹു അൻഹുവിന്റെ മനാഖിബ് കേൾക്കുന്ന മഹാനുമായിരുന്നു. അലി റളിയല്ലാഹു അൻഹു മനാഖിബ് പറഞ്ഞാൽ പൊട്ടിക്കരയുമായിരുന്നു. ആര്? സയ്യിദുനാ മുആവിയ. വലിയ മഹാന സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ദർജകളെ ഏറ്റി കൊടുക്കട്ടെ. അപ്പോൾ 680 മുതലാണ് തുടങ്ങുക. 661 മുതൽ 80 വരെ മുആവിയ സ്വഹാബി ഭരണം. പിന്നെ 680 മുതൽ 750 വരെ അമവി ഖിലാഫത്താണ്. അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. AD 692 അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കാലഘട്ടത്തിൽ അയാളുടെ ഗവർണറായിരുന്ന ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന തെമ്മാടി മക്കയിലേക്ക് സൈനിക സജ്ജീകരണം നടത്തുകയും കഅബാലയത്തിൽ വലിയ പരിക്കുണ്ടാക്കുകയും അയാളുടെ തൊട്ട മുന്നിൽ ഒരാൾ കഅബാലയത്തിൽ കത്തിക്കുകയും മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ മഹദിയായ ആയിഷ ബീവിയുടെ പുത്രനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ആ കുട്ടിയുടെ കാരണത്താൽ ഉമ്മു അബ്ദില്ല എന്ന പേരുണ്ടായിരുന്നു. ആർക്ക്? മഹദിയായ ആയിഷ ബീവിക്ക്. ആരുടെ മോനാണിത്? അസ്മാ ബീവി. അസ്മാ ബീവി. ഈ കുട്ടിയെ ഗർഭം ധരിക്കുമ്പോഴാണ് അസ്മാ ബീവി മദീനത്തേക്ക് ഹിജ്റ വരുന്നത്. ഹിജ്റ കഴിഞ്ഞപ്പോൾ ആദ്യം പ്രസവിക്കുന്ന കുട്ടിയാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. ഇതിൽ വേറൊരു വിഷയം ഉണ്ടായിരുന്നു. മുസ്ലിമീങ്ങൾക്ക് ഞങ്ങൾ സിഹർ ചെയ്തിട്ടുണ്ട്, ഇനി മുസ്ലിമീങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് മദീനയിലെ ചില മോശപ്പെട്ട മുശ്രിക്കുകളായ ഗോത്രക്കാർ വീമ്പിളക്കിയ ഒരു കാലത്ത് ഹിജ്റ വന്നിട്ട് ആദ്യത്തെ കുട്ടി ജനിച്ചതാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെവിയിൽ ബാങ്ക് കൊടുത്തു. മനസ്സിലായില്ലേ? ചെവിയിൽ ബാങ്ക് കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ കാരക്ക ചവച്ചിട്ട് ഹബീബിന്റെ ഉമിനീര് കൂട്ടി കൊടുത്തത് മുത്തു മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുട്ടിയാണ്. അത് രണ്ടും കഴിഞ്ഞപ്പോ സഹാബികൾ ഈ കുട്ടിയെ
തുണിയിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ മദീന അങ്ങാടി ചുറ്റി ആ ഗോത്രങ്ങൾക്കെതിരായിട്ട് ഞങ്ങൾക്ക് ഇനി കുട്ടി ജനിക്കൂലെന്ന് പറഞ്ഞവർക്കൊരു മറുപടിയായിട്ട് ചുറ്റി നടന്നു. മനസ്സിലായില്ലേ? അല്ലാഹുവിന്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മഹദിയാണ് ആര്യ അസ്മാ ബീവി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൂത്ത മകളുമാണ്. വലിയ വിഷയം ഞാൻ പറയുന്നില്ല. കുട്ടിയെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു യസീദിന്റെ ഭരണകാലഘട്ടത്തില്, അതിന് പ്രത്യേകിച്ച് അതിന്റെ അവസാന കാലഘട്ടത്തിൽ മക്കയിൽ ഒരു ശരീഅത്തിന്റെ ഭരണം സ്ഥാപിച്ചിരുന്നു. അത് തകർത്തു. 692 ക്രൂരനായ ഹജ്ജാജ് ഇബ്നു യൂസുഫ്. അത് മക്കയിലെ ആദ്യത്തെ കയ്യാങ്കളിയ. രക്തപങ്കിലമായ മക്കയുടെ ചരിത്രം അവിടെ തുടങ്ങും. കൂടുതലൊന്നുമില്ല. ഒന്ന് ഹജ്ജാജ് ഇബ്നു യൂസുഫാണ്. അയാളെ പറ്റി കൂടുതൽ പറയുന്നില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവരെ കാര്യമൊക്കെ പിന്നീട് പറയാം, അല്ലെങ്കിൽ പറയണ്ട. അത് റബ്ബ് സുബ്ഹാനഹു വ തആല ആ അവസ്ഥയെ തൊട്ട്, അത്തരം ആളുകളെ തൊട്ട്, ക്രൂരന്മാരായ ഭരണാധികാരികളെ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അയാളാണ് പിന്നീട് പോയിട്ട് ഇന്നി അറാ റൂസൻ ഖദ് ഐനാത് ഞാൻ തലയെറുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അയാളാണ് പിന്നെ ഇറാഖിൽ പോയിട്ട് മുസ്ലിമീങ്ങൾ തലവെട്ടുന്നത്. അങ്ങനെയുള്ള തെമ്മാടിയായി അയാളാണ് കയ്യാങ്കളി നടത്തിയത്. ആദ്യമായി മക്കയിൽ ഒരു കയ്യാങ്കളി നടത്തുന്നത് അയാളാണ്. പിന്നെ അമവി ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ കയ്യാങ്കളിയില്ല. മക്ക സുരക്ഷിത. ഇതിന്റെ കൂടെ വരണം കേട്ടോ, ഇത് മറക്കരുത്. എവിടുന്നാ തുടങ്ങുന്നത്? മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വഴിപ്പെടാത്ത കാലത്ത് പോലും സ്വയം പരാജിതനായി സമ്മതിച്ച് മക്കയെ രക്ഷപ്പെടുത്തി മുഹമ്മദ് മുസ്തഫ AD 629. ഇപ്പോൾ AD 750 692 ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഇത് ചെയ്യുന്നതെങ്കിൽ അമവികളുടെ ഭരണം AD 750 വരെയുണ്ട്. ഈ കാലഘട്ടത്തിലൊന്നും തിരിച്ചൊന്നും ചെയ്തിട്ടില്ല. എന്നല്ല, ഈ കയ്യാങ്കുടിക്ക് പകരം വീട്ടാൻ പറ്റിയ ആളുകൾ അക്കാലത്തുണ്ടായിരുന്നു മക്കയിലും മദീനയിലും. ചെയ്തില്ല. എന്തുകൊണ്ട്? മക്കയും മദീനയും രക്തപങ്കിലമാക്കേണ്ടി വരും. അത് വേണ്ട. അങ്ങനെ AD 750 അബ്ബാസികൾ അധികാരം നേടി. അമവി ഖിലാഫത്ത് അവസാനിച്ചു. AD 750 മുതൽ AD 900 മക്കയിൽ യുദ്ധം ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? ഡമാസ്കസ് ആയിരുന്നു അവരുടെ തലസ്ഥാനം. ആരുടെ? അമവികളുടെ. ഡമാസ്കസിൽ യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തിയപ്പോൾ അവരുടെ കീഴിലുള്ള നാട്ടുരാജ്യങ്ങളെല്ലാം സ്വാഭാവികമായി അബ്ബാസികൾക്ക് വന്നു. അക്കൂട്ടത്തിൽ എന്തും വന്നു. മക്കയും വന്നു, മദീനയും വന്നു. മക്കയിലും മദീനയിലും ഒരു യുദ്ധം നടത്തിയിട്ടില്ല, ഒരു കയ്യാങ്കളി നടത്തിയിട്ടില്ല. ആര്? അബ്ബാസി രാജാക്കന്മാർ നടത്തിയിട്ടില്ല. രാജാക്കന്മാരെ ഞാൻ വെള്ളപൂശല്ല, അവർക്ക് അവരുടേതായ അബ്ബാസികളുടെ ഖിലാഫത്തിന്റെ കീഴിലാണ് മക്കയും മദീനയും. ഒരു ഫാത്തിമികളോട് യുദ്ധം ചെയ്യുന്നത്. പക്ഷേ 69 രോഗിയായി ഒറ്റ കൊല്ലം കൊണ്ട് അസദുദ്ദീൻ മരിച്ചു. അസദുദ്ദീൻ മരിച്ചപ്പോഴോ നേരെ പട്ടാള ജനറലായി ആര്? മഹാനായ സയ്യിദുനാ സുൽത്താൻ സലാഹുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി. ആരുടെ കീഴിലുള്ള? നൂറുദ്ദീൻ സംഘിയുടെ കീഴിലുള്ള. മനസ്സിലായില്ലേ? കുർദ് രാജാവായ സുൽത്താനായ നൂറുദ്ദീൻ സംഘിയുടെ കീഴിലുള്ള ഭരണാധികാരിയാണ് ആര്? പട്ടാള ജനറലാണ് ആര്? മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ. മക്കയെ അറ്റാക്കിന് പോയില്ല. മക്കയെ ദേഷ്ടം വിട്ടു. മക്കയും കിട്ടണം, മദീനയും കിട്ടണം, അല്ലാതെ ബൈത്തുൽ മുഖദ്ദസ് പോകാൻ പറ്റൂല. നേരെ ഇവരെ അടിച്ചു. ഫാത്തിമികൾ ദുർബലരായിരുന്നു. ഒരു കാര്യം സംഭവിച്ചു. എന്ത്? AD 1171, അതായത് പട്ടാള ജനറലായി ആര്? സലാഹുദ്ദീൻ 69 മുതൽ അമ്മ മരിച്ചപ്പോ 69, 70, 71. AD 1171 അവസാനത്തെ ഫാത്തിമി രാജാവായ അബു മുഹമ്മദ് അബ്ദുള്ള സ്വമേധയാ മരിച്ചു. സൈനിക നടപടിയല്ല. അപ്പോൾ അതിലൊക്കെ അന്ന് വലിയ മെജോറിറ്റിയിലാണ് സലാഹുദ്ദീൻ മയ്യത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. മയ്യത്തിന്റെ സംസ്കരണത്തിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, ഫാത്തിമി രാജാവിനോടുള്ള ആദര സൂചകമായി പട്ടാള പരേഡ് നടത്തി കൈറോ പട്ടണത്തിൽ. അത് കാരണം ഫാത്തിമികളുടെ മനസ്സ് മാറി. അധികാരവും ചെങ്കോലും നേരെ ആരെ കൈ കൊടുത്തു? മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ. അതായത് ഒരു തന്ത്രം, പരമാവധി യുദ്ധം ഒഴിവാക്കി. പോലെ ചിന്തിക്കണം. അങ്ങനെയായി ഇതെന്നാ നടക്കുന്നത്? AD 1171. അതോടുകൂടെ
മിസ്ർ മൊത്തം ഇവരുടെ കയ്യിലായി. രാജാവാര മഹാനായ നൂറുദ്ദീൻ സംഗി റഹ്മത്തുള്ളാഹി അലൈഹി, പട്ടാള ജനറൽ, ഈജിപ്തിലേക്കുള്ള പട്ടാള ജനറലാണ് ആര്? സുൽത്താൻ സലാഹുദ്ദീൻ. അങ്ങനെ സുൽത്താൻ സലാഹുദ്ദീൻ നൂറുദ്ദീൻ സംഗിയുടെ കീഴിലുള്ള നാട്ടുരാജ്യങ്ങളെ യോജിപ്പിച്ചു, ശത്രുക്കളെ അമർച്ച ചെയ്തു. എന്തിന്? വലിയൊരു പടയായി പോകണം. എങ്ങോട്ട്? ബൈത്തുൽ മുഖദ്ദിസിലേക്ക്. അവിടെ 2 ലക്ഷം പട്ടാളം യൂറോപ്യന്മാർ സദാസമയം റോന്ത് ചുറ്റുന്നുണ്ട്. അതുകൊണ്ട് 1171 പട്ടാള ജനറൽ സ്ഥാനം മാത്രമല്ല, മിസ്രിലെ ഗവർണർ സ്ഥാനവും 69 പട്ടാള ജനറൽ സ്ഥാനം കിട്ടി. 71 എന്തും കിട്ടി? മിസ്ർ എന്ന രാജ്യത്തിന്റെ ഗവർണർ സ്ഥാനം കിട്ടി നൂറുദ്ദീൻ സംഗിക്ക് കീഴിൽ. അതായത് ഫാത്തിമി രാജ്യം പറ്റ തകർന്നു. എന്ന് തുടങ്ങിയതാ 909 മുതൽ AD 1171 വരെയുള്ള ഫാത്തിമി തകർന്ന് നേരെ സുൽത്താൻ സലാഹുദ്ദീന്റെ കയ്യിൽ വന്നു. അദ്ദേഹം ഗവർണറായി. അദ്ദേഹം നാട്ടുരാജ്യങ്ങളെ യോജിപ്പിച്ചു. എല്ലാവരും സ്വമേധയാ അധികാരം കൊണ്ട് ആരെ ഏൽപ്പിച്ചു? അതിൻ്റെ ഇടയിൽ കാര്യം ഉണ്ടായി. AD 1174 നൂറുദ്ദീൻ സംഗി മരിച്ചു. അദ്ദേഹത്തിന് യോഗ്യന്മാരായ മക്കൾ ഇല്ല. ചില ചരിത്രകാരന്മാർ പറയുന്നത് നൂറുദ്ദീൻ സംഗിക്ക് മക്കളേ ഇല്ല. ചില ചരിത്രകാരന്മാർ പറയുന്നത് മക്കളുണ്ട്, പക്ഷേ യോഗ്യന്മാരായ മക്കളില്ല. അതുകൊണ്ട് സിറിയക്കാരും ഈജിപ്തുകാരും മക്കക്കാരും മദീനക്കാരും അലപ്പോക്കാരും എല്ലാവരും പറഞ്ഞു നിങ്ങളാണ് രാജാവ്. അങ്ങനെ ഒരു കയ്യാങ്കളില്ലാതെ, ഒരുത്തനെ വേദനിപ്പിക്കാതെ മക്കയും മദീനയും മുസ്ലിം ലോകം ഒന്നിച്ചു നിന്നു. ആരുടെ കീഴിൽ? മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ. ഈ മഹാനെയാണ് ചരിത്രത്തിൽ ആദ്യമായി ജനങ്ങൾ ഖാദിമുൽ ഹറമൈനി ശരീഫൈനി എന്ന് വിളിച്ചിട്ടുള്ളത്. പഠിക്കേ ഞാൻ പിന്നെ പറയാം. ഇന്നത്തെ ഖാദിമുൽ ഹറമൈനി ശരീഫൈനി അല്ല, ഇന്നത്തെ ഖാദിമുൽ ഹറമൈനി എന്നല്ല, സാരിഖുൽ ഹറമൈനി എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ പറയാം. വളരെ ചിന്തിക്കണം, പഠിക്ക് ചരിത്രം പഠിക്ക്. ഇന്നുള്ള പലരും അയോഗ്യരല്ല. ബഹുമാനപ്പെട്ട AD 1174 മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ ചോദ്യം ചെയ്യാത്ത മുസ്ലിം ഉമ്മത്തിന്റെ ചക്രവർത്തിയായി സുൽത്താൻ. പക്ഷേ തുണിട്ടെന്തിലാ താമസിക്കുന്നത്? എല്ലാ ദിവസവും കാന ദാഇമ സൗമി വദാഇമ സ്വലാ വദാഇമ ഖിയാം. എല്ലാ രാത്രിയും നേരം വിളിക്കുന്ന നിസ്കരിക്കും, പകൽ മുഴുവൻ നോമ്പൊലിക്കും. ഒരു ചെറിയ ഉണക്കറൊട്ടി കൊണ്ട് നോമ്പുറക്കും, ഒരു കാരക്കയുടെ ചീന്തുകൊണ്ട് നോമ്പൊലിക്കും. ഇങ്ങനെയായിരുന്നു ആര്? സുൽത്താൻ സലാഹുദ്ദീൻ. അല്ലാഹു നമുക്ക് മഹാനായ അവരുടെ ദർജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. അങ്ങനെയുള്ള നീതിമാന്മാരായ ഭരണാധികാരികളെ ലോകത്തിന്റെ നാനാഭാഗത്തും അല്ലാഹു കൊടുക്കട്ടെ. എല്ലാവർക്കും നൽകട്ടെ, എല്ലാവർക്കും നീതിമാന്മാരെ കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവരെ, 1174 മുതൽ മുസ്ലിം ലോകം ഒന്നിച്ച് ഒരു ചെറിയ കയ്യാങ്കളി പോലും ഇല്ലാതെ യോജിച്ചു. ആരുടെ കീഴിൽ? സുൽത്താൻ സലാഹുദ്ദീൻ 1187 യൂറോപ്യന്മാരെ എന്നേക്കുമായി സുൽത്താൻ സലാഹുദ്ദീൻ ബഹുമാനപ്പെട്ട ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പുറത്താക്കി. പിന്നെ ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. ഇന്നുമില്ല. ചെറിയൊരു വിഷയമുണ്ട്, അത് പിന്നെ അടുത്തൊരു പ്രഭാഷണത്തിൽ പറയാം. അത് 967 വഹാബികളുടെ ചതി കാരണം ജൂതന്മാർ നമ്മളെ കയ്യേറ്റതാണ്. അത് പിന്നീട് പറയാം, ലേശം പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ പിന്നിൽ ഇന്ന് നടക്കുന്ന എല്ലാ ഫലസ്തീന്റെ വേദനയുടെ പിന്നിലും വഹാബികൾ തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കേൾപ്പിച്ചു. അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയും. വളരെ ചിന്തിക്കണം. 1187 ഒക്ടോബർ 2-ാം തീയതി യൂറോപ്യന്മാരെ എന്നേക്കുമായി ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പുറത്താക്കി മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി. മക്കയും മദീനയും അവരൊക്കെ കയ്യിൽ സുരക്ഷിതരായിരുന്നു. ആരുടെ എല്ലാം കയ്യിൽ? അബ്ബാസികളുടെ കയ്യിൽ, ഫാത്തിമികളുടെ കയ്യിൽ, സുൽത്താൻ സലാഹുദ്ദീന്റെ കയ്യിൽ. സുൽത്താൻ സലാഹുദ്ദീൻ AD 1193 മരിച്ചു. ഖാദിമുൽ ഹറമൈൻ ശരീഫൈൻ. അവർക്ക് ശേഷം അവരുടെ കുടുംബത്തിനാൽ ഉണ്ടായ ഒരു ഭരണകൂടമാണ് അയ്യൂബികൾ. 1254 വരെ ഭരിച്ചു. മക്കയിലും മദീനയിലും ഒരു കുഴപ്പവുമില്ല. ഒരു കുഴപ്പത്തിന് അയ്യൂബികളും സമ്മതിച്ചില്ല. 1254 അവസാനത്തെ അയ്യൂബി രാജാവായ സുൽത്താൻ അഷ്റഫ് മൂസായുടെ കയ്യിൽ നിന്ന്
ഡമാസ്കസിൽ വെച്ച് മംലൂക്കുകൾ അധികാരം പിടിച്ചെടുത്തു. ഒന്ന് അഷ്റഫ് മൂസ ദുർബലൻ, അവസാനത്തെ അയ്യൂബി രാജാവ്. ഒരു 100 കൊല്ലം പോലും അയ്യൂബ് നിന്നിട്ടില്ല. സുൽത്താൻ സലാഹുദ്ദീൻ മരിക്കുന്നത് 1193-ലാണ്. അവസാനത്തെ അയ്യൂബി രാജാവ് 1254. അതായത് ഒരു 10-57 വർഷം അത്രയുള്ളൂ. അത്ര മാത്രം അയ്യൂബി 57 അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അയ്യൂബികൾ അവസാനിച്ചു. അവസാനത്തെ അയ്യൂബി രാജാവായ ഈ അയ്യൂബി രാജാവിന്റെ കീഴിലായിരുന്നു മക്കയും മദീനയും. മനസ്സിലായോ? മംലൂക്കുകൾ അധികാരം പിടിക്കാൻ മക്കയിലും മദീനയിലും ഒന്നും ചെയ്തില്ല. അവരും നേരെ എന്ത് ചെയ്തു? ഡമാസ്കസിൽ വിപ്ലവം നടത്തി അധികാരം പിടിച്ചിറക്കി. മക്ക സുരക്ഷിതമാക്കി, മദീന സുരക്ഷിതമാക്കി. എന്തുകൊണ്ട്? വളരെ ചിന്തിക്കണം. 1154 മുതൽ AD 1154 മുതൽ AD 1517 വരെ മംലൂക്കുകളുടെ ഭരണമാണ്. അവരത്ര സുഖം പോരാ. അവരുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിക വളർച്ച വളരെ കുറഞ്ഞ കാലമാണ്. അവർ ഖാദിമുൽ ഹറമൈനി ഷരീഫൈനി എന്ന പേര് ഉപയോഗിച്ചില്ല. അങ്ങനെ ഉണ്ടല്ലോ സ്വയം ഒരു മനസ്സിലാക്കൽ. മനസ്സിലായില്ല? വലിയൊരു പ്രസിഡന്റായ വലിയൊരു മഹാൻ പ്രസിഡന്റായിട്ട് പിന്നെ ഒരാൾ വൈസ് പ്രസിഡന്റിനെ പ്രസിഡന്റ് ആക്കുകയാണെങ്കിലും ആ കസേരയിൽ ഇരിക്കാതെ ഒന്ന് മാറിയിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. മംലൂക്കുകൾ എന്ത് ചെയ്തു എന്നറിയോ? മംലൂക്കുകൾ ഹക്കീമുൽ ഹറമൈനി എന്ന പേര് സ്വീകരിച്ചു. മനസ്സിലായോ? അവരെന്ത് ഉപയോഗിച്ചില്ല? ഖാദിമുൽ ഹറമൈനി എന്ന് പറയാൻ മാത്രമൊക്കെ അത് സുൽത്താൻ സലാഹുദ്ദീൻ പേരാ, അതിന് മാത്രമൊന്നും ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ആ പേരാണ് മാറ്റി. ഖാദിമുൽ ഹറമൈനി മാറ്റിയിട്ട് ഹക്കീമുൽ ഹറമൈനി എന്ന പേര് സ്വീകരിച്ചു. മക്കയിലെ നിയമജ്ഞർ മദീനയിലെയും ഹക്കീമുൽ ഹറമൈൻ. അവരുടെ ഭരണം 1254 AD മുതൽ 1517 വരെ. ആര് പിടിച്ചെടുത്തു? അതും പിടിച്ചെടുക്കല്ല, മംലൂക്കി ഭരണാധികാരികളിൽ നിന്ന് വളരെ ചിന്തിക്കണം. എന്ത് ചെയ്തു? അവരിൽ നിന്ന് അവരുടെ അവസാനത്തെ രാജാവായിരുന്നു അൽ മുതവക്കിലു അലല്ലാഹി സാലിസ്. അവസാനത്തെ മംലൂക്കി ഭരണാധികാരിയുടെ പേരാണ് എന്ത്? അൽ മുതവക്കിലു അലല്ലാഹി സാലിസ്. സത്യത്തിൽ ഇയാൾ മംലൂക്കി അല്ല, ഇയാൾ അബ്ബാസി. പക്ഷേ അബ്ബാസികളെ കൂടി ഒന്ന് അനുനയിപ്പിക്കാൻ വേണ്ടി മംലൂക്കുകൾ എന്ത് ചെയ്തു? ഒരു റബ്ബർ സ്റ്റാമ്പായി വെച്ച ഭരണാധികാരിയാണ് ആര്? അൽ മുതവക്കിലു അലല്ലാഹി സാലിസ്. അയാളുടെ കീഴിലായി അയാൾ വെച്ചിട്ട് മംലൂക്കിൽ ഭരണം നടത്തും. പക്ഷേ ഈ അവസാനത്തെ മംലൂക്കി രാജാവായ അൽ മുതവക്കിലു അലല്ലാഹി സാലിസ് എന്ത് ചെയ്തു എന്നറിയോ? അപ്പോഴത്തിന് ഒരു രാജ്യം വളർന്നു വന്നു ലോകത്ത്. പടിഞ്ഞാറ് ഇസ്ലാം ഒതുങ്ങിയപ്പോൾ കിഴക്ക് ഇസ്ലാം തിരിച്ചു. അതാണ് എന്ത്? ഉസ്മാനിയ ഖിലാഫത്ത്. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് പഠിക്കണം. അതുമല്ല, സ്പെയിന് മുസ്ലിമീങ്ങൾക്ക് തകർന്നു പോയി. സ്പെയിന് മുസ്ലിമീങ്ങൾക്ക് അന്തലൂസിയ എന്ന സ്പെയിന് മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ പടിഞ്ഞാറ് സ്പെയിനും തകർന്നപ്പോൾ കിഴക്കുടയം കൊണ്ട നക്ഷത്രമാണ് എന്ത്? മറ്റൊന്നുമല്ല, അത് അൽ ഖിലാഫത്തുൽ ഉസ്മാനിയ. ഖിലാഫത്തുൽ ഉസ്മാനിയ വരുന്നത് സത്യത്തിൽ 1250 മുതലാണ്. ഇപ്പോൾ 1517 എത്തി. ഉസ്മാനിയ ഖിലാഫത്ത് ആദ്യം തുർക്കിയില് അനറ്റോളിയയുടെയും ഇസ്തൻബൂളിന്റെയും ഇടയിൽ ചെറിയ ഒരു നാട്ടുരാജ്യമായി കഴിഞ്ഞുകൂടുകയായിരുന്നു ഉസ്മാനിയ ഖിലാഫത്ത്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം, അപ്പൊ വിശദമായി മനസ്സിലാക്കും. ഈ ഉസ്മാനികളെ പോലെ ഇസ്ലാമിന് സേവനം ചെയ്ത ഒരു ജനതയില്ല. അവരെയാണ് ഇവർ ബ്രിട്ടീഷുകാരെ കൂടി വഹാബികൾ ചതിച്ചത്. നിങ്ങൾക്ക് മാപ്പില്ല വഹാബികളെ. മുസ്ലിം ലോകം എന്ന് തകർന്നു എന്നാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും AD 1908 അവസാനത്തെ ഉസ്മാനി ചക്രവർത്തിയായ അബ്ദുൽ ഹമീദ് രണ്ടാമനെ നിങ്ങളും ബ്രിട്ടീഷുകാരും കൂടിയിട്ട് ഗ്രീസിലേക്ക് നാട് കടത്തിയപ്പോൾ മുസ്ലിം ലോകം തകർന്നു. അദ്ദേഹം ആയിരക്കണക്കിന് സ്വലാത്തിൽ ഒരു ദിവസം ആര്? അബ്ദുൽ ഹമീദ് രണ്ടാമന്റെ ചരിത്രം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഈ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, 1-ോ 2-ലോ.
ഒന്നിനോ രണ്ട് പറഞ്ഞോ അല്ലേ? മഞ്ചേരി പറഞ്ഞു. അബ്ദുൽ ഹമീദ് ഇവരാരെയാണ് ബ്രിട്ടീഷുകാർക്ക് ഒപ്പം നിന്നു? ബ്രിട്ടീഷുകാരെ ചാരന്മാരായി ഇവര്, ബ്രിട്ടീഷുകാര് കൂടെ കൂടി ഇവര് എന്ത് ചെയ്ത്? അബ്ദുൽ ഹമീദ് രണ്ടാമനെ നാട് കടത്തി ഗ്രീസിലേക്ക്. എവിടുന്നാ വരുന്നത്? ഇവർ 1250 മുതൽ ലോകത്തുണ്ട് ഇവരെ സാന്നിധ്യം. അടുത്ത ക്ലാസ്സിൽ പറയാം. അവരിങ്ങനെ വളർന്നു വന്ന് ആദ്യം അവരൊക്കെ നാട്ടുരാജാക്കന്മാരെ, രാജാക്കന്മാരും സുൽത്താൻമാരുമാണ്. അവര് ഖലീഫ എന്ന സ്ഥാനത്ത് വരുന്നത് AD 1517 1517 എന്താ ചെയ്തത്? മുത്തവക്കിൽ അലല്ലാഹി തആല എന്ത് ചെയ്ത്? അവസാനത്തെ മംലൂക്കി രാജാവ് യുദ്ധത്തിനൊന്നും നിന്നില്ല. അയാളുടെ കയ്യിൽ മുത്തറസുല്ലാന്റെ തലപ്പാവും മുത്തറസുല്ലാന്റെ വാളും ഉണ്ടായിരുന്നു. അതങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് സലീം ഒന്നാമന്റെ കയ്യിലാണ് കൊടുത്തു. നിങ്ങൾ മുസ്ലിം ലോകത്തിനെ ഒന്ന് ഭരിക്കുന്നതാണ്. അങ്ങനെ മക്കയുടെയും മദീനയുടെയും അധികാരം അള്ളാന്റെ ഹബീബിന്റെ വാളും തലപ്പാവും മറ്റൊരു രാജാവ് കൊടുത്തിട്ട് സ്വമേധയാ വന്നു ചേർന്ന ഖലീഫയാണ് ആര്? മഹാനായ സലീം ഒന്നാമൻ 1517. മനസ്സിലായില്ലേ? അത് അപ്പോഴാണ് ഉസ്മാനി ഖിലാഫത്ത് തുടങ്ങുന്നത്. അതിന്റെ മുമ്പ് ഉസ്മാനി ഖിലാഫത്തല്ല, സൽത്തനത്താണ്. ഈ ഖിലാഫത്തും സൽത്തനത്തിനും ഒരു വ്യത്യാസമുണ്ട്. ഖിലാഫത്തിന് ഉത്തരവാദിത്തമുണ്ടാവും, സൽത്തനത്തിന് ഉത്തരവാദിത്തമുണ്ടാവില്ല. 20-ാം നൂറ്റാണ്ടിൽ മുസ്ലിം ലോകത്തിന്റെ ഖലീഫ ഞാനാകും എന്ന് പറഞ്ഞിട്ട് അബ്ദുൽ അസീസ് ലോക മുസ്ലിമീങ്ങളെ ചതിച്ചു. 1926 അയാൾ ഒരു വേൾഡ് ഇസ്ലാമിക് കോൺഫറൻസ് നടത്തി. 1926 ഞാൻ ഇടക്കൊന്ന് കയറി പറയാം, അടുത്ത ക്ലാസ്സിൽ വരും. ഇല്ല, അയാൾ പറഞ്ഞ് ഞാൻ മുസ്ലിം ലോകത്തെ മുഴുവൻ സംരക്ഷിക്കാം, ഖലീഫയാകാം. പക്ഷേ അവരെന്ത് ചെയ്തില്ല? ഖലീഫയായില്ല. അവര് അൽ മലിക് എന്ന സ്ഥാനത്ത് തന്നെ പോയി. ഇപ്പോഴും മലിക് അബ്ദുൽ അസീസാ, മലിക് സൽമാനാ, അങ്ങനെ തന്നെയല്ലേ? എന്തല്ല ഖലീഫയല്ല. എന്തുകൊണ്ട്? ഖലീഫയാ ഉത്തരവാദിത്തമുണ്ടോ? അതിനവർ നിന്നില്ല. എന്തുകൊണ്ട്? അവരല്ലാത്ത മുസ്ലിമീങ്ങളെല്ലാം ഗഫറല്ലേ, പിന്നെ എന്തിനാ അവർ ഉത്തരവാദിത്തം എടുക്കുന്നു? സലീം ഒന്നാമൻ അങ്ങനെയല്ല. ഒരാൾക്ക് തീവണ്ടിക്ക് ടിക്കറ്റ് എടുത്താൽ ഹജ്ജിന് വരാം, എന്റെ കൂടെ അല്ല, ഒന്നും വേണ്ട. ഇസ്താൻബൂളിൽ നിന്ന് നേരെ എങ്ങോട്ട്? ജർമ്മനിയിലേക്ക്. അതിനിടയിൽ ചെറിയ ഒരു കടലെടുക്കുണ്ട്, ഒരു ചെറിയ കടലെടുക്ക്. മനസ്സിലായോ? ഇപ്പോൾ അവിടെ പാലമുണ്ട്. പഴയ കാലത്ത് അവിടെ വലിയ വലിയ ചെങ്ങാടം, പാലങ്ങള്, സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏതായാലും ഒരു ജർമ്മനിക്കാരനൊരാൾക്ക് തീവണ്ടി ടിക്കറ്റ് എടുത്താൽ നേരെ എവിടെ വരാ? മക്കയിൽ വരാ, തീവണ്ടിയിൽ വരാ. ഇന്ന് സൗകര്യമില്ല. ആര് തകർത്തു? വഹാബികൾക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ തകർത്തു. ആരാ റെയിലുണ്ടാക്കിയത്? ഈ റെയിലുണ്ടാക്കിയത് അള്ളാന്റെ ഹബീബിനെ എപ്പോഴും സ്വപ്നം കണ്ടിരുന്ന അബ്ദുൽ ഹമീദ് രണ്ടാമനാണ്. ചിന്തിക്കണം. ഞാൻ തിരിച്ചു പോകാം. 1517 മുതൽ 1908 വരെ ഹിജാസിൽ ഒരു രോമത്തുമ തൊടാൻ സമ്മതിക്കാതെ ആ നാടിനെ സുശക്തമായി ഭരിച്ചു. ആര്? ബഹുമാനപ്പെട്ട തുർക്കി ഖലീഫമാർ, ഉസ്മാനിയാക്കൾ. അതിന്റെ ചരിത്രം ഞാൻ പിന്നീട് പറയാ, അതിപ്പോൾ പറഞ്ഞാൽ തീരുന്ന വിഷയമല്ല. അതിനിടയിൽ ഒരു പ്രശ്നമുണ്ടാക്കി. അതിനിടയിൽ ചെറിയ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനിടയിൽ നിങ്ങൾക്ക് നേരെ വൈകിട്ടില്ലല്ലോ. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. നീട്ടൂല, നേരെ വൈകിയോ? ഇത് പറഞ്ഞു തീർന്നൂടെ? ഇല്ലെങ്കിൽ ഇനിയും നീണ്ടു പോകും. വലിയ ചരിത്രം ഇപ്പൊ തീർക്കും. ഇത് നിങ്ങളത് പഠിച്ചിരിക്കണം. ഇതെന്താണ്? ഇത് സിറാത്തുൽ ലദീന. ഇവരുടെ കയ്യിൽ 4 മദ്ഹബുകളും ഭദ്രമായിരുന്നു. ഇവരുടെ കയ്യിൽ ഖാദിരിയത്ത്, റിഫായിയത്ത്, ചിശ്തിയത്ത്, സുഹ്റവർദിയത്ത്. ഇതിനൊക്കെ അതൊക്കെ പറയുന്നത് അബ്ദുൽ ഹമീദ് രണ്ടാമൻ ഷാദുലിയ. അവസാനത്തെ തുർക്കി രാജാവാണ് ആര്? പറയും. ഇടയ്ക്കിടെ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടിരുന്ന ആര്? അബ്ദുൽ ഹമീദ്. ഇവരെയാണ് ബ്രിട്ടീഷുകാർ വഹാബികൾ ഒത്താശയോടെ കൂടി യുവതുർക്കികളും കൂടി നാട് കടത്തിയത് ഗ്രീസിലേക്ക്. ഈ മഹാൻ ഇടയ്ക്കിടെ റസൂലുള്ളാഹിനെ സ്വപ്നം കാണും. ഷാദുലി ത്വരീഖത്ത, ഷാഫി മദ്ഹബ. ആര്? അബ്ദുൽ ഹമീദ് രണ്ടാമൻ. ഈ 1517-ന്റെയും 1908-ന്റെയും 1908-ന്റെയും ഇടയിലുള്ള
എല്ലാ സുൽത്താൻമാരും സുൽത്താൻ എന്ന പേര് ഉപയോഗിച്ചിട്ടില്ല. ഖാദിമുൽ ഹറമൈൻ ഷരീഫൈൻ, ഖാദിമുൽ ഹറമൈൻ ഷരീഫൈൻ പിന്നെ തിരിച്ചു വരുന്നത് ആർക്കാ? സലീം ഒന്നാമനാണ് 1517. പിന്നെ 4 നൂറ്റാണ്ട് കാലം തുർക്കി ഖലീഫമാർ ഉപയോഗിച്ച പേരാണ് എന്ത്? ഖാദിമുൽ ഹറം. മനസ്സിലായില്ലേ? അപ്പൊ ചരിത്രത്തിൽ ഖാദിമുൽ ഹറമൈൻ ഷരീഫൈൻ ഔദ്യോഗികമായി മക്കയെ മനോഹരമാക്കി ലോകം സമ്മതിച്ച് കൈവശം വെച്ചു. ആര്? സുൽത്താൻ സലാഹുദ്ദീൻ ഖാദിമുൽ ഹറമൈൻ ഷരീഫൈനി. പിന്നെ ലോകം സമ്മതിച്ച് ഖലീഫയാക്കി ആരെ? സലീം ഒന്നാമനെ. ആ ഭരണകൂടം അവസാനം വരെ പേര് വെച്ചു. എന്തിന്? ഖാദിമുൽ ഹറമൈൻ ഷരീഫൈൻ. ഇതിനിടയിൽ ഒരു കളി കളിച്ചിട്ടുണ്ട് വഹാബികൾ. വഹാബികൾ ഇതിൽ കളി കളിച്ചത് AD 1806 മുതൽ AD 1813 വരെയുള്ള കാലത്ത് മക്കയും മദീനയും കൊള്ളയടിച്ച് കൈവശം വെച്ചിട്ടുണ്ട്. ആര്? വഹാബികൾ. അന്ന് മക്കത്തൊരു ഖലീഫ ഉണ്ട്, അന്യദീനപ്പെട്ടതല്ല. ഖലീഫ ആരാ? തുർക്കി. എന്താ ഉറങ്ങണത്? തുർക്കി ഖലീഫ. മനസ്സിലായോ പറഞ്ഞത്? അന്ന് മക്കയിലെ ഖലീഫ ആരാ? തുർക്കി ഖലീഫ. ഒരു ഖലീഫയുടെ മേൽ പുറപ്പെടുന്നതിന്റെ നിയമം എന്താ? ഒരു ഖലീഫയുടെ മേൽ വാളെടുക്കുന്നതിന് നിയമം എന്താ? ആരാ വാളെടുത്തത്? ഈ ഔദ്യോഗിക ഖലീഫമാർക്കെതിരെ ചരിത്രത്തിൽ ആദ്യം വാളെടുത്ത ഒരേ ഒരു വിഭാഗമേ ഉള്ളൂ. ആദ്യവും അവസാനവും ആരാ ഉള്ളത്? അത് മറ്റൊന്നുമല്ല, വഹാബികളാണ്. 1806 വഹാബികൾ മക്കയും മദീനയും പിടിച്ചടക്കി. എന്നിട്ട് അവർ ഭരണം നടത്തി 1813 വരെ. മനസ്സിലായോ? എത്ര കൊല്ലം? 1806 മുതൽ 1813 വരെ. അതാണ് വഹാബികൾ ആദ്യമായി മക്കയും മദീനയും കൈവശം വെച്ച കാലം. 1806 മുതൽ 1813 വരെ. മനസ്സിലായോ? 7 കൊല്ലം. അതിനൊരു കാരണമുണ്ട്. ഇവിടെ ഖലീഫ ഉണ്ടായിട്ടുണ്ട്. കാരണം AD 1798 തുർക്കി ഖിലാഫത്തിലുള്ള മിസ്ർ അടക്കമുള്ള രാജ്യങ്ങളെ നെപ്പോളിയൻ ആക്രമിച്ചു. നെപ്പോളിയൻ നിങ്ങൾക്ക് അറിയാലോ, യൂറോപ്പിൽ 200ഓളം യുദ്ധങ്ങൾ ജയിച്ച യൂറോപ്പ് കണ്ട വില്ലാളി വീരനാണ്. ആര്? നെപ്പോളിയൻ ബോണപ്പാർട്ട്. മനസ്സിലായോ? ചിന്തിക്കണം. ആ AD 1798 AD 1798 ആദ്യത്തെ നെപ്പോളിയൻ ആക്രമണം. നെപ്പോളിയന് പിന്നെ മുന്നും പിന്നൊന്നും ഇല്ല. നെപ്പോളിയൻ അവസ്ഥ എന്താ? നെപ്പോളിയൻ പ്രകൃതിവാദിയാണ്. എന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു നിരീശ്വരവാദി എന്നൊരു പ്രകൃതിവാദി. ഇതൊക്കെ ഒരു പ്രകൃതിദത്തമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ജൂതനോ ക്രിസ്ത്യാനിയോ ഒന്നും അല്ല. ആ കുടുംബത്തിൽ ജനിച്ച ആളാണെങ്കിലും ഒരു ജൂതനോ ക്രിസ്ത്യാനിയോ അല്ല. വിശ്വാസപരമായി ആര്? നെപ്പോളിയൻ പ്രകൃതിവാദിയാണ്. ഒരു നിരീശ്വരവാദി, ഒരു പ്രകൃതിവാദി, ഒരു മതനിരാസി. മനസ്സിലായോ? ചിന്തിക്കണം. അതാണ് നെപ്പോളിയൻ. നെപ്പോളിയനിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സമ്പത്തും അധികാരവും കൈക്കലാക്കുക. 1798 നേരെ തുർക്കി ഖിലാഫത്തിന്റെ കീഴിലുള്ള രാജ്യങ്ങളെ ആക്രമിച്ചു നെപ്പോളിയൻ. നെപ്പോളിയന് വമ്പൻ കുഴപ്പമുണ്ടാക്കി. അതിനെ എതിരിടേണ്ടി വന്നു. ആർക്ക്? മനസ്സിലായില്ല? ലോകം കണ്ട ഏറ്റവും വലിയ ശക്തിയെ ഇസ്ലാമിന്റെ ഖലീഫ എതിരിടുന്ന നേരത്ത് ഖലീഫക്ക് പിന്തുണ കൊടുക്കല്ലേ വേണ്ടത്? അതേ സമയത്ത് ഉള്ളിൽ കുഴപ്പമുണ്ടാക്കിയിട്ട് മക്കയെ മദീന ഇങ്ങോട്ട് പിടിച്ചു. ആര്? വഹാബികൾ. ആരാ പിടിച്ചത്? സഊദ് ഇബ്നു അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ് ഇബ്നു സഊദ്. മനസ്സിലായില്ലേ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കരാർ ചെയ്ത് ബൈഅത്ത് ചെയ്തത് ആരോടാ? മുഹമ്മദ് ബിൻ സഊദ്. മുഹമ്മദ് ബിൻ സഊദിന്റെ മകനാണ് അബ്ദുൽ അസീസ്. ഈ അബ്ദുൽ അസീസാണ് ഏറ്റവും വലിയ കൊള്ളകൾ നടത്തിയിട്ടുള്ളത്. ആ അബ്ദുൽ അസീസിന്റെ മകനാണ് ആര്? സഊദ്. അപ്പോൾ ആരാണ് മക്ക പിടിച്ചത്? സഊദ് ബിൻ അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ് ബിൻ സഊദ് മക്ക പിടിച്ചടക്കി. സുൽത്താൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട്? സുൽത്താന്റെ ശ്രദ്ധ എവിടെയാ? സുൽത്താനല്ല, ആര്? ഖലീഫ. ഖലീഫയുടെ ശ്രദ്ധ എവിടെയാ? ഖലീഫയുടെ ശ്രദ്ധ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ എതിരിടുന്ന വിഷയത്തിലാണ്. പക്ഷേ മുസ്ലിമീങ്ങളെ അപ്പോൾ അള്ളാഹു സഹായിച്ചു. ഫ്രാൻസിൽ ആഭ്യന്തര കലാപം ഉണ്ടായതുകൊണ്ട് AD 1803 നെപ്പോളിയൻ ഫ്രാൻസിലേക്ക് തിരിച്ചുപോയി. ക്ലാപ്പർ എന്ന ഒരു പട്ടാള ജനറലിനെ ഇവിടെ ഈജിപ്തിന്റെ യുദ്ധത്തിന് ഏൽപ്പിച്ചു. ക്ലാപ്പർക്ക് വല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ
കഴിഞ്ഞില്ല. ക്ലാപ്പർ കൊല ചെയ്യപ്പെട്ടു AD 1805. മാത്രമല്ല അന്ന് തുർക്കികൾ നെപ്പോളിയൻ പോയി, ക്ലാപ്പറിനെ കൊല ചെയ്യപ്പെട്ടു. പിന്നെ ബാക്കിയുള്ളവരെ ഒതുക്കൽ എളുപ്പത്തിൽ കഴിയും. മനസ്സിലായില്ലേ? 1805 ബാക്കിയുള്ളവരെ ഒതുക്കാൻ വേണ്ടി മുസ്ലിം ലോകം കണ്ട ധീരനായ മുഹമ്മദ് അലി പാഷയെ രാജാവ് നേരെ തുർക്കിയിൽ നിന്ന് ഈജിപ്തിലേക്ക് അയച്ചു. അദ്ദേഹമാണ് ആധുനിക ഈജിപ്തിന്റെ ശില്പി. അദ്ദേഹം മരിക്കുന്നത് 1849. വളരെ ചിന്തിക്കണം. ഇദ്ദേഹം 1805 നെപ്പോളിയന്റെ പടയെ നേരെ അടിച്ചോടിച്ചു ഫ്രാൻസിലേക്ക്. മനസ്സിലായോ? അതങ്ങോട്ട് തീർന്നില്ല. ആ ഒരു കാലത്താണ് എന്തുണ്ടാവുന്നത്? ഒരു നിന്നൊന്ന് മൂരി നിവർക്കാനുള്ള നേരം വേണ്ട. അപ്പോഴത്തിന് വഹാബികൾ എന്ത് ചെയ്തു? മക്ക പിടിച്ചു, മക്കയും മദീനയും പിടിച്ചടക്കി. എങ്ങനെ ഇനി എങ്ങനെ പിടിച്ചടക്കി ഇവരെന്നെ പറയുന്നത് കേൾക്കാം. എങ്ങനെ പിടിച്ചടക്കി, എങ്ങനെ പിടിച്ചടക്കി എന്ന്, എങ്ങനെ പിടിച്ചടക്കി എന്ന് കേൾക്കാം. മക്കയെ ഉപരോധിക്കാൻ തീരുമാനിച്ചു. എല്ലാ മക്കയിലേക്ക് ഭക്ഷണം വരുന്ന എല്ലാ വഴികളും വഹാബികൾ അടച്ചു. ബഹറിന്റെ വഴിയല്ലാത്ത എല്ലാവരെയും അടച്ചു. മക്കയുടെ ഉള്ളിൽ വളരെ പ്രയാസമായി. വിലവർദ്ധനവ് അധികരിച്ചു. ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടാത്ത അവസരമായി. ബുദ്ധിമുട്ട് അധികമായി. സുക്കാനി മക്ക നിവാസികളുടെ മേൽ പല ആളുകളും വിശപ്പ് ബാധിച്ച് മരിച്ചു എന്ന്. വിശപ്പ് ബാധിച്ചാണ് മരിച്ചു മക്കക്കാര്. ധാരാ വഹാബികൾ തന്നെ എഴുതിയ ഗ്രന്ഥം, വഹാബികൾ തന്നെ എഴുതിയ ചരിത്ര ഗ്രന്ഥം ഞാൻ വിശദീകരിക്കുന്നില്ല. വഹാബികളുടെ താരിഖ് ദൗലത്ത് സഊദിയ്യ എന്ന മിൻ മുഹമ്മദ് ബിൻ സഊദ് ഇലാ അബ്ദുറഹ്മാൻ ഫൈസൽ വരെയുള്ള കാലഘട്ടത്തെ വിശദീകരിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെയും കാണാം. ഈ സന്ദർഭം മക്കയെ പിടിച്ചടക്കാൻ എന്താ? സുൽത്താൻ ഇവർക്ക് ഭക്ഷണം കൊടുക്കാനോ ഈ പ്രതിസന്ധി പരിഹരിക്കാനോ കഴിയൂല. എന്തുകൊണ്ട്? സുൽത്താൻ നെപ്പോളിയനെ ഒതുക്കുന്ന തിരക്കില. നിങ്ങൾ ചിന്തിക്കണം, മുറിയിൽ കുത്താന്ന് പറഞ്ഞാൽ എന്താണ് ആ വേദന? ചതി, വമ്പൻ ചതി. വഹാബികൾ മക്കയെ ചതിച്ചു. ഇതാ താരിഖുൽ ബിലാദിൽ അറബിയ്യത്തി സഊദിയ അദ്ദൗലത്തു സഊദിയത്തുൽ ഉലാ എന്ന ഗ്രന്ഥത്തിൽ അതിന്റെ 165ാമത്തെ പേജിൽ പറയുന്നു, വഖീല ഇന്ന ബഅലൽ മക്കിയീന അകലുൽ ഖിതത വൽ കിലാബ്. പൂച്ചകളെയും പട്ടികളെയും തിന്നണ്ട ഗതി വരെ വന്നു. ആർക്ക്? മക്കക്കാർക്ക്. പൂച്ചകളെ അറുത്ത് തിന്നേണ്ടി വന്നു, പട്ടികളെ കഴിക്കേണ്ടി വന്നു. ആർക്ക്? മക്കക്കാർക്ക്. ഏതാ മക്ക? ഇവിടുന്ന് നമ്മൾ പറയുന്നത് AD 629 മക്കയിൽ ഒരു കയ്യാങ്കളിക്ക് അവസരം ഉണ്ടായിട്ട് പോലും, അള്ളാഹു ഹലാലാക്കിയിട്ട് പോലും തിരിച്ചുപോയ മുസ്തഫ റസൂലുള്ളാഹിക്ക് ശേഷം വളരെ ചിന്തിക്കണം. ഈ ഹബീബായ റസൂലുള്ളാഹിക്ക് ശേഷം AD 692 ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ ക്രൂരനായ ഹജ്ജാജിന്റെ ഒരു കയ്യാങ്കളി മാറ്റിവെച്ചാൽ പിന്നെ മക്കയിൽ കയ്യാങ്കളി നടത്തിയതും മക്കയെ ദ്രോഹിച്ചതും ആരാണ്? അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ് ബിൻ സഊദാണ്. ഇതിന് നേതൃത്വം നൽകിയതാരാ? ബദകാര്യം വകുപ്പ് ആരെ കയ്യിലാണെന്നറിയോ? ആരെ കയ്യിലാണ്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പേരക്കുട്ടിയുടെ കയ്യിൽ. ആയി മുഹമ്മദ് ബിൻ സഊദിന്റെ മകനായ അബ്ദുൽ അസീസിന് മകളെയാണ് കെട്ടിച്ചെടുത്തു അബ്ദുൽ വഹാബ്. അപ്പൊ പിന്നെ വിട്ടുപിരിയില്ല. മനസ്സിലായില്ല? അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ മുഹമ്മദ് ബിൻ സഊദ് മരിച്ചു. അപ്പൊ രാജാവായി ആര്? അബ്ദുൽ അസീസ്. അന്നും ആരും മരിച്ചിട്ടില്ല. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മരിച്ചിട്ടില്ല. അപ്പൊ ഭരണാധികാരി ആരാ? മരുമോന്. ഷെയ്ഖാര? അമ്മോശന്. പെട്ടി മുഴുവൻ അമ്മോശന്റെ കയ്യിൽ. എവിടുന്ന് കൊള്ള ചെയ്തിട്ടാലും അമ്മോശന് കൊടുക്കും. അമ്മോശൻ തീരുമാനിക്കും. മനസ്സിലായില്ല?
പിന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മരിച്ചു. അപ്പോൾ മകനാക്കി. അപ്പൊ എന്തായി? അളിയനും ബൈ. പിന്നാണ് പോന്നു. പിന്നെന്തായി? പിന്നെ അവരെ മകൻ സഊദ്. അപ്പോൾ അമ്മോനും മരുവനും അല്ല ഓടെ ചിന്തിക്കണം. അവര് മക്കയാണ് കൂട്ടാടി. മനസ്സിലായില്ലേ? ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة. ഇനി നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. ആരെ? എവിടുന്നാണ് ഈ ദർഇയ രാജാക്കന്മാർ വരുന്നത്? AD 1640 മുതൽ AD 726 വരെ സഊദ് ബിൻ മുഹമ്മദിൽ മുഖരിൻ എന്ന ആള് ദർഇയയിലെ ഒരു ചെറിയ മരുപ്പച്ചയിലെ മൂപ്പനായിരുന്നു. അതായത് മുഹമ്മദ് ബിൻ സഊദിന്റെ ബാപ്പ സഊദ്. മനസ്സിലായില്ലേ? മുഹമ്മദ് ബിൻ സഊദിന്റെ ബാപ്പ സഊദ് ദർഇയ എന്നൊരു മരുപ്പച്ചുണ്ട്. അവിടെ കുറച്ച് വെള്ളം കാര്യമൊക്കെ ഉണ്ട്. അവിടെയുള്ള നാട്ടുരാജാവായി മൂപ്പൻ രാജാവല്ല. ആര്? മുഹമ്മദ് ബിൻ സഊദിന്റെ ബാപ്പയായ സഊദ് രാജാവ് ഒന്നുമല്ല. AD 1640 മുതൽ AD 1726 വരെ. AD 1726 സഊദ് മരിച്ചു. അതായത് മുഹമ്മദ് ബിൻ സഊദിന്റെ ബാപ്പ സഊദ് ഒരു നാട്ടുമൂപ്പനായിരുന്നു, രാജാവല്ല. അങ്ങനെ ബാപ്പയായ സഊദ് 1726 മരിച്ചപ്പോ അനുജൻ രാജാവ് മൂപ്പനായി. അനുജൻ മൂപ്പനായപ്പോൾ നേരെ മകൻ മുഹമ്മദ് ബിൻ സഊദിന്റെ മകനായ മുഹമ്മദ് എളാപ്പനെ കൊന്നു. അങ്ങനെയാണ് മൂപ്പനായി. അയാളോടാണ് ബൈഅത്ത് ചെയ്തത്. ആര്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. നല്ല കക്ഷിയാ, അതിൻ്റെ കൂടെ ഇല്ല. അതായത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആദ്യമായി ബൈഅത്ത് ചെയ്യുന്നത് മുഹമ്മദ് ബിൻ സഊദിനോടല്ലേ? ഈ മുഹമ്മദ് ബിൻ സഊദ് ആരാ? മുഹമ്മദ് ബിൻ സഊദ് അധികാരത്തിന് വേണ്ടി സ്വന്തം എളാപ്പയെ കൊന്നിട്ടാണ് ആ കസേരയിരിക്കുന്നത്. ആ കൊന്നിങ്ങനെ രാജാവാണ് കാലത്താണ് മറ്റേ ആള് തെണ്ടി വരുന്നത്. AD 1744. അതൊരു രാജാവല്ല, ഒരു നാട്ടുമൂപ്പന. AD 1726 മുതൽ നാട്ടുമൂപ്പനാണ്. എളാപ്പാനെ കൊന്ന് ആര്? മുഹമ്മദ് ബിൻ സഊദ്. അവിടേക്ക് വന്നു ആര്? AD 1744 ആര്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അവിടുന്നാണ് ബൈഅത്ത് ആവർത്തിക്കണ്ടല്ലോ. എന്താ ബൈഅത്ത്? നമുക്ക് ഇന്റെ കയ്യിലുള്ള വഹാബിയത്ത് നിങ്ങളാണ് സ്വീകരിച്ചാൽ നാടാകെ നമുക്ക് പിടിച്ചടക്കാം, പ്രജകളാക്കാം, മുതലുണ്ടാക്കാം. ഇയാളൊരു മരിപ്പച്ചയിൽ നാട്ടുമൂപ്പനെ രാജാവാക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ ചാടൂലേ? അത് ചാടി. അത് തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പരിചയപ്പെടാം. ഇയാൾ ജനിക്കുന്നത് AD 1703. അയാളുടെ മരണം AD 1792. 88ാമത്തെ വയസ്സ്. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഇയാളെ കാലത്താണ് ഏകദേശം എല്ലാ ആക്രമണങ്ങളും നടന്നിട്ടുണ്ട്. എല്ലാ ആക്രമണങ്ങളും. ഈ രണ്ട് കുടുംബത്തിന് ഇന്നൊരു പേരുണ്ട്. മുഹമ്മദ് ബിൻ സഊദിന്റെ കുടുംബത്തിന് ആലു സഊദ് എന്ന് പറയും. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കുടുംബത്തിന് ആലു ഷെയ്ഖ് എന്ന് പറയും. അവരാണ് മക്കയിലെ ഗ്രാൻഡ് മുഫ്തികൾ. ഏത് കാലത്തും മക്കയിലെ ഗ്രാൻഡ് മുഫ്തികൾ ആരാ? മക്കയിലെ മുഫ്തികൾ ആരാ? മക്കയിലെ മതകാര്യം ആരുടെ കയ്യിലാ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ മക്കളെ കയ്യിലാണ്. അപ്പോൾ അതിനനുസരിച്ച് അവർ ഈ അടുത്ത ദിവസം ആരോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ക്രൂരനാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ വലിയ പ്രശ്നം ഇതാ. ഞാൻ ഇന്നെ മക്കത്തെ ഇമാമ് പിന്നെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിപ്പ് കൂട്ടിയിടുകയുണ്ടായി. എടാ, എനിക്ക് മക്കത്തെ ഇമാമ് പറയുന്നതിനേക്കാൾ ഇഷ്ടം മുക്കത്തെ ഇമാമ് പറയല. എന്തുകൊണ്ട്? മക്കത്തെ ഇമാമ് വഹാബിയല്ലേ? വഹാബി അവരെ മൂത്താപ്പാനെ നന്നാക്കിയല്ലേ പറയുള്ളൂ. അവരെ വല്യപ്പല്ലേ ആര്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ആര് ഷെയ്ഖല്ലേ ഇവരൊക്കെ? ചുരുക്കത്തിൽ ചിന്തിക്കണം. അന്ന് കയ്യാങ്കളി തുടങ്ങി. 1744 ബൈഅത്ത് ചെയ്തു. എന്തിന്? കൊല്ലാനും കൊള്ളയടിക്കാനും. മുഹമ്മദ് അബ്ദുൽ വഹാബും. അവസാനം 1765 മുഹമ്മദ് ബിൻ സഊദ് മരിച്ചു. മുഹമ്മദ് ബിൻ സഊദ് മരിച്ചപ്പോൾ 1765 മുഹമ്മദ് ബിൻ സഊദ് മരിച്ചപ്പോൾ മരുമോൻ രാജാവായി അബ്ദുൽ അസീസ്. ഏതുവരെ? 1803 വരെ. മുഹമ്മദ് അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ് ബിൻ സഊദ്
അയാളുടെ മകനാണ് ആര്? സൗദ്. 806 മക്ക പിടിച്ചു. മക്കക്കാരെ പട്ടി തിരിച്ചിട്ട്. വളരെ ചിന്തിക്കണം. ഇവർ ചെയ്ത കൊലപാതകങ്ങൾക്ക് കയ്യും കണക്കില്ല. 1773 അവരെന്ത് ചെയ്തു? റിയാദ് ആക്രമിച്ച് പിടിച്ചടക്കി. അവിടെയുള്ള സമ്പത്ത് മുഴുവനും പിടിച്ചടക്കി. അവിടെയുള്ള ജനങ്ങളിൽ പലരെയും കൊന്നു. AD 1793 ഖായിഫിനെ കൊള്ളയടിച്ചു, പിടിച്ചടക്കി, കൊന്നു. AD 1795 ഹസ്സ കൊള്ളയടിച്ചു, പിടിച്ചടക്കി. 1802 ത്വായിഫ് പിടിച്ചടക്കി. 1802 തന്നെയാണ് കെർബലയും. കെർബല പിടിച്ചടക്കുമ്പോൾ ആരാ? അബ്ദുൽ അസീസ് ആണ് രാജാവ്. ആരെ മരുമോന്? മനസ്സിലായില്ല. 803 അയാൾ ജീവൻ പോണത്. ആര്? അബ്ദുൽ അസീസ് ജീവൻ പോകുന്നത് 1803. അങ്ങനെ പറയല, ഒന്നും കൂടി സുഖം. അതുകൊണ്ട് ഞാൻ ജീവൻ പോണെന്ന് പറഞ്ഞ് 1803 അയാൾ ജീവൻ പോകുന്നത്. 1802 എന്ത്? കെർബല കൊള്ളയടിച്ച് കെർബലയുള്ള മുസ്ലിമീങ്ങളെയും ഷിയാക്കളെയും ഒക്കെ കൊണ്ട്, എല്ലാരും കൊണ്ട്. ഷിയാക്കളാണെങ്കിലും അവര് മുസ്ലിം നാമധാരികളല്ലേ? ഇനി അല്ല, ഹിന്ദുക്കളാണെങ്കിലോ മജൂസികളാണെങ്കിലോ ഒരാളെയും ആക്രമിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. സഊദിന്റെ ഭരണം മുടക്കെ 1803 മുതൽ 1814 വരെ. ഇക്കാലത്താണ് എന്ത്? സഊദിന്റെ ഭരണം 1803 മുതൽ. മക്കക്കാരിലേക്കുള്ള എല്ലാ വഴിയും അടച്ചത് അയാളാണ്. ഖദീജ ബീവിയുടെ കുബ്ബ പൊളിച്ചത് ഇയാളാണ്. മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ കുബ്ബ പൊളിച്ചത് ഇയാളാണ്. ജന്നത്തുൽ മുഅല്ലയിലെയും ജന്നത്തുൽ ബഖീയിലെയും അനവധി കുബ്ബ പൊളിച്ചത് ഇയാളാണ്. കുബ്ബ പൊളി ആരെ തുടങ്ങിയത്? മുഹമ്മദ് അബ്ദുൽ വഹാബ്. ഇവിടെ വായിച്ചു വായിച്ചല്ലോ. ആദ്യത്തെ കുബ്ബ പൊളി ഏതാ? ആദ്യമായി കുബ്ബ പൊളിച്ചത് ഏതാ? സയ്യിദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. എന്ന് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ആര്? സയ്യിദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ പൊളിച്ചുകൊണ്ടാണ് മഖ്ബറ പൊളിയുടെ ഉദ്ഘാടനം നടത്തിയത് ആര്? മുഹമ്മദ് അബ്ദുൽ വഹാബ്. ഇന്നത് ISIS ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരാരാ? വഹാബികള്. ജന്നത്തുൽ മുഅല്ലയിലേക്ക് സഊദ് കയറിയപ്പോൾ ആദ്യം ചെയ്തത് എന്താ? അടിച്ച് പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കി മഹദിയായ മുസ്തഫ റസൂലുള്ളാഹിയുടെ സഹധർമ്മിണിയായ ഖദീജ ബീവിയുടെ കുബ്ബയൊക്കെ പൊളിക്കാൻ എങ്ങനെയാ കഴിഞ്ഞെങ്ങനെയാ? നിങ്ങൾ കുബ്ബയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വേണ്ട. എന്താ കുബ്ബ ഉണ്ടാക്കിയത്? അതിന് സ്മാരകമായി നിലനിൽക്കണം. അവിടെ മുഅ്മിനീങ്ങളെ മഹാനെ ബഹുമാനിക്കണം. അല്ലാതെ കുബ്ബയെ മുസ്ലിമീങ്ങൾ ആരാധിക്കുന്നില്ല. അന്ന് മുതൽ ഇന്ന് വരെ ചിന്തിക്കണം. എന്നാലെന്താ മദീനത്തെ കുബ്ബ പൊളിക്കാതെ? മദീനത്തെ കുബ്ബ പൊളിക്കാൻ ഫത്വ കൊടുത്തിട്ടുണ്ട് കള്ള വഹാബിയായ നാസിറുദ്ദീനുൽ അൽബാനി എന്ന കള്ളൻ. അയാളാ ടെററിസ്റ്റ്. 20-ാം നൂറ്റാണ്ടിലെ ഭീകരവാദികളെ ബാപ്പയാളാണ്. 20-ാം നൂറ്റാണ്ടിലെ ഭീകരവാദികൾ മുഴുവനും അയാളിൽ നിന്നുണ്ടായതാണ്. ടെററിസ്റ്റ്, ഭീകരവാദി ആര്? അയാൾ മദീന യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. അയാളെ മക്കളാണ്, അയാളുടെ ശിഷ്യന്മാരാണ് പിൽക്കാലഘട്ടത്തിൽ ഭീകരവാദികളായത്. അയാളുടെ ഫത്വയാണ് എന്ത്? അയാളുടെ ഫത്വയാണ്. അയാൾ അടിസ്ഥാനം സുന്നിയാണ്. അയാൾ അൽബേനിയക്കാരനാണ്. അയാളെ വാപ്പ നല്ല സുന്നിയാണ്. പക്ഷേ അവരെന്ത് ചെയ്തു? മദീന യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ വന്നു വഹാബികളുടെ കാലത്ത് എന്ന കാരണത്താൽ ഭീകരവാദിയായ വഹാബിയായി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ഖുബ്ബകളെ പൊളിക്കണമെന്ന് ഫത്വ കൊടുത്ത ആളാണ് ആര്? നാസിറുദ്ദീനുൽ അൽബാനി. ആ നാസിറുദ്ദീന്റെ ശിഷ്യന്മാർ കേരളത്തിലുണ്ട്.
ഒന്നും ഞാൻ പറയുന്നില്ല, ഒന്നും വിശദീകരിക്കുന്നില്ല, എന്റെ ആവശ്യമില്ല, ചിന്തിക്കാൻ വേണ്ടി പറയാ. AD 1806 മുതൽ 13 വരെ മക്കയും മദീനയും ഭരിച്ചു, കൊള്ളയടിച്ച് ഭരിച്ചു. ആര്? ആ കൊള്ളയാണ് ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം. മക്കയിൽ കൊള്ളയടിച്ചു എന്ന് പറഞ്ഞല്ലോ, അതാണ് അവരാണ് ചെയ്തത്. സഊദിന്റെ പട്ടാളം എല്ലാം നേതൃത്വം കൊടുത്തു. പക്ഷേ അതിനിടയിൽ ഒരു ആൺകുട്ടിയെ തുർക്കി ഖലീഫ പറഞ്ഞയച്ചു. അതാണ് ആര്? അയാൾ 1805 AD 1805 നേരെ അദ്ദേഹം നെപ്പോളിയന്റെ പട്ടാളത്തെ പുറത്താക്കാൻ വേണ്ടി വന്നതാണ്. എവിടെ? മിസ്റില്. അതൊക്കെ കഴിഞ്ഞു, അവർ പുറത്തുപോയി. പിന്നെ അദ്ദേഹം ശക്തി സംഭരിച്ചു. വഹാബികളിൽ നിന്ന് ഹറമിനെ മോചിപ്പിക്കാൻ വേണ്ടി 1811 മുതൽ 1818 വരെ യുദ്ധം നടത്തി. ഹിജാസ് പിടിച്ചടക്കാൻ വേണ്ടിയും വഹാബിയത്തിന്റെ അവസാനത്തെ ആണിക്കല്ലും തകർക്കാൻ വേണ്ടി പടപ്പുറപ്പാട് നടത്തിയ മഹാനാണ് ആര്? മുഹമ്മദ് അലി പാഷ. അയാൾ അവസാനത്തെ വഹാബി രാജാവായ അബ്ദുല്ലാഹി ഇബ്നു സഊദിനെ പിടിച്ചു. അതോടുകൂടെ വഹാബി സ്റ്റേറ്റ് അവസാനിച്ചു. മനസ്സിലായില്ല? വഹാബി സ്റ്റേറ്റ്, ആദ്യത്തെ വഹാബി സ്റ്റേറ്റ് അവസാനിച്ചു AD 1818. ആര് പിടിച്ചു? ആര് പിടിച്ചു? മനസ്സിലായില്ലേ? ആര് പിടിച്ചു? മുഹമ്മദ് അലി പാഷയുടെ പട്ടാളം പിടിച്ചു. 1818 പിടിച്ചു. അതിനു മുമ്പ് 1813 അവരെ പുറത്താക്കി, മദീനയിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് പേര് നിർത്തിയില്ല. എന്തുകൊണ്ട്? പിന്നെ ഈ കൗമ തിരിച്ചു വന്ന് ഉപദ്രവങ്ങൾ ചെയ്യും. സത്യത്തിൽ അതിനൊന്നും മുഹമ്മദ് അലി പാഷക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ അതിനേക്കാൾ വലിയ രസം എന്താണെന്നറിയാം? വലിയ രസം, ഇവര് 1806 അതിന്റെ കൂടെ ഇല്ലേ, ഇവര് 1806 ഇവര് മക്ക പിടിച്ചടക്കിയ ഉടനെ അന്ന് തുർക്കി ഖലീഫ സലീം മൂന്നാമന് കത്തയച്ചു. അസ്ലിം മുസ്ലിമാണ്. അതുപോലെ കേരള വഹാബികളുടെ എക്കാലത്തെയും വലിയ നേതാവ്, ആശുപത്രിയിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായ EK ഹസൻ മുസ്ലിക്ക് ഇതേ കത്തയച്ചിട്ടുണ്ട്. അസ്ലിം തസ്ലിം അസ്ലിം ഇന്നിപ്പോ പഹനും പറയാതെ അവിടുത്തെ വഹാബിയാണ്. ഇതന്നെ ഇവിടുത്തെ വഹാബിയും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അതേ വഹാബിയാണ് ഈ വഹാബി. സുന്നി വനസത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ്. സമസ്തയുടെ ഊന്നുവടിയാണ് സുന്നി വന സംഘം. അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അതിന് മുമ്പ് പ്രസിഡന്റ് ആരാ? അതിന് മുമ്പുള്ള പ്രസിഡന്റ് ആരാ? അതിന്റെ മുമ്പുള്ള പ്രസിഡന്റ് മഹാനായ ചാപ്പനങ്ങാടി പാപ്പ മുസ്ലിയാര്. അതിന്റെ മുമ്പിലുള്ള പ്രസിഡന്റ് ആരാ? സുന്നി വനസത്തിന്റെ സംഘത്തിന്റെ അതിന്റെ മുമ്പുള്ള പ്രസിഡന്റ് മഹാനായ PMS പൂക്കോയത്തങ്ങള്. ഇവരെ വിശ്വാസമായി പറയുന്നത് സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റിന് മരണക്കിടക്കെ കിടക്കുമ്പോ കത്തയച്ചു. എന്താ കത്ത്? അസ്ലിം തസ്ലിം, നിങ്ങൾ മുസ്ലിമായ രക്ഷപ്പെടും, ഷഹാദത്ത് കലിമ ചൊല്ലിക്കോളി. അപ്പൊ ഇപ്പൊ നിങ്ങള് പറ കാഫറ. സമസ്തയുടെ ഉന്നതനായ മുഷാവറംഗവും സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റും. അവരെ മുമ്പ് പ്രസിഡന്റ് ആരാ? ചാപ്പനങ്ങാടി പാപ്പ മുസ്ലിം. അവരെ മുമ്പ് പ്രസിഡന്റ് ആരാ? PMS പൂക്കോയറ്റങ്ങള്. ആ പൂക്കോയറ്റങ്ങളുടെ പിൻഗാമിയാണ് ആര്? ബാപ്പു മുസ്ലിയാരുടെ കയ്യിൽ നിന്ന് അവർ വഫാത്തായപ്പോൾ പ്രസിഡന്റാണ് ആര്? മഹാനായ EK മുസ്ലിം ഉമ്മത്തിന്റെ എക്കാലത്തെയും നേതാവായ EK ഹസൻ മുസ്ലിയാർ. അവര് മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ വഹാബികൾ ഉമ്മർ മൗലവി കത്ത് കൊടുത്തയച്ചു. എന്ത്? അസ്ലിം തസ്ലിം, നിങ്ങൾ മുസ്ലിമായാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. AD 1806 സഊദ് രാജാവ് മക്കയും മദീനയും അവരെ ഉപരോധിച്ച് പിടിച്ചടക്കിയ ഉടനെ വേഗം തുർക്കിയിലേക്ക് കത്തയച്ചു. രാജാവേ, ഖലീഫ, നിങ്ങൾ ആദ്യം മുസ്ലിമായി കളയും. അപ്പൊ മുസ്ലിം ലോകത്തിന്റെ ഖലീഫ ആരല്ല? ഇവരെ വീക്ഷണ പ്രകാരം പറ, മുസ്ലിമല്ല. അദ്ദേഹം വയോവൃദ്ധന. ആ കത്ത് കിട്ടി 1 കൊല്ലം കഴിഞ്ഞപ്പോൾ 1807 സലീം മൂന്നാമൻ മരിച്ചിട്ടുണ്ട്. വയോവൃദ്ധനായ സലീം മൂന്നാമന് കത്തയച്ചു. അസ്ലിം, നിങ്ങൾ മുസ്ലിമായിക്കോളി, നിങ്ങൾ വഹാബിയാകണം. എന്നാൽ ഞങ്ങൾ ഇതൊക്കെ തിരിച്ചു, നിങ്ങൾ വഹാബിയാകണം, നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്ന്. അത് മുസ്ലിം ലോകത്തെ വേദനിപ്പിച്ചു. എന്തുകൊണ്ട്?
മുസ്ലിം ലോകത്തിന്റെ മഹാനായ ഖലീഫയാണ്. സലീം ഒന്നാമനാണ് ആദ്യത്തെ ഖലീഫ. ഇത് സലീം മൂന്നാമനാണ്. അസ്ലിം മുസ്ലിമായി കോളൂ എന്ന് പറഞ്ഞ് വഹാബികൾ കത്തയച്ചപ്പോൾ ഇവരെ വിടാൻ പാടില്ല എന്ന് നിലക്ക് ബഹുമാനപ്പെട്ട മഹ്മൂദ് രണ്ടാമൻ ഖലീഫ മഹ്മൂദ് രണ്ടാമൻ എന്ത് ചെയ്ത് സൈനിക പുറപ്പാട് നടത്തി. നേരെ മുഹമ്മദ് അലി പാഷയെ പറഞ്ഞയച്ചു. മുഹമ്മദ് അലി പാഷ 1811 എംബുയിൽ ഇറങ്ങി. പിന്നെ വഹാബികളെ മദീനയിൽ നിന്ന് ഓടിച്ചു, പിന്നെ മക്കയിൽ നിന്ന് ഓടിച്ചു. 1813 പൂർണ്ണമായി അവരെന്തായി? മക്കയിൽ നിന്നും 818 അവസാനത്തെ വഹാബി രാജാവായ അബ്ദുല്ലാഹിബ്നു സഊദിനെ പിടികൂടി തുർക്കിയിലേക്ക് അയക്കുകയും തുർക്കി ഖലീഫമാർ വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു. ഇത് പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? മുസ്ലിം ഖലീഫയെ കാഫിർ എന്ന് വിളിച്ചു. മനസ്സിലായില്ലേ? ഒരു മുസ്ലിമിനെ കാഫിറാക്കിയാൽ അവന്റെ നിയമം എന്താ? മുർത്തദ്ദ. മനസ്സിലായില്ലേ? ഒരു മുസ്ലിമിനെ കാഫിറാക്കിയാൽ അവന്റെ നിയമം എന്താ? മുർത്തദ്ദ. മനസ്സിലായോ? അങ്ങനെ 1818 ആദ്യത്തെ വഹാബി സ്റ്റേറ്റിനെ തുർക്കി ഖലീഫമാരും മുഹമ്മദ് അലി പാഷയും, മുഹമ്മദ് അലി പാഷ എന്ന പട്ടാള ജനറല്ല, പിന്നെ അദ്ദേഹം സ്വയം രാജാവായി പുറത്താക്കി പടിയടച്ച് പിണ്ടം വെച്ച് തകർത്ത് തരിപ്പണാക്കി. അതോടുകൂടെ ആ ഷർ അവസാനിച്ചു. ഇത്ര നേരം പിടിക്കുലായിരുന്നു. പക്ഷേ എന്താ കാരണം? നെപ്പോളിയൻ ഉണ്ടാക്കിയ പ്രയാസം കൊണ്ട് മുസ്ലിം ഉമ്മത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടായി, വലിയ പ്രയാസങ്ങളുണ്ടായി. ആ പ്രയാസങ്ങളെ പരിഹരിക്കാൻ ബഹുമാനപ്പെട്ട ഖലീഫ കുറച്ച് ഇടപെടാൻ നേരം വൈകിപ്പോയി. ഇതാണ് പ്രശ്നം. ഞാൻ നീട്ടി പറയുന്നില്ല, ചിന്തിക്കണം, ചുരുക്കത്തിൽ ചിന്തിക്കണം. ചരിത്രത്തിൽ അപ്പോൾ കഅബയിൽ കുഴപ്പമുണ്ടാക്കുകയും മക്കയിൽ കയ്യാങ്കളി നടത്തുകയും ചെയ്ത ചരിത്രത്തിൽ ഹിജ്റ AD 629 ശേഷം പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാലം വരെ കയ്യാങ്കളിയും കുഴപ്പവും ഉണ്ടാക്കിയ ആളുകൾ ആകെ ചരിത്രത്തിൽ 2. ഒന്ന് ഹജ്ജാജ് ബിൻ യൂസുഫാണ് AD 692. 2 1806 ആര്? സഊദ് രാജാവ്, വഹാബിയായ സഊദ് രാജാവ്. അയാളുടെ ഉപദേഷ്ടാവ് സ്വന്തം മരുമോനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പേരക്കുട്ടി. മനസ്സിലായില്ലേ? അങ്ങനെ 1818 ഇവരെ പടിയടിച്ച് ബന്ധം വെച്ച് തകർത്ത് തരിപ്പണമാക്കിയതോടുകൂടെ മുസ്ലിം ലോകത്ത് ഈ ഷർ അങ്ങോട്ട് നീങ്ങി. പക്ഷേ ബ്രിട്ടൻ അത് ഇഷ്ടപ്പെട്ടില്ല. ബ്രിട്ടൻ കളിച്ചു. പിന്നെ ആ കളി അടുത്ത ക്ലാസ് ഞാൻ പറയും. രണ്ടാമത്തെ വീണ്ടും വഹാബികളെ തിരിച്ചു കൊണ്ടുവന്നു. അതിനുണ്ടാക്കിയ യുദ്ധമാണ് 1-ാം ലോകമഹായുദ്ധം. ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ വല്ലാത്ത കാലഘട്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിനിടയിൽ കഴിഞ്ഞുപോയ അമവികൾ, പിന്നീടോ അബ്ബാസികൾ, പിന്നീടോ ഫാത്തിമികൾ, പിന്നീടോ അയ്യൂബികൾ, പിന്നീടോ മംലൂക്കികൾ, പിന്നീടോ ഉസ്മാനികൾ. ഇവർ മനസ്സിലായില്ലേ? ഇവരാരും മക്കയിൽ കുഴപ്പം ചെയ്തില്ല. എടോ ചിന്തിക്കണം, വഹാബികൾക്കല്ലാതെ ഇതിന് കഴിയില്ല. എന്തുകൊണ്ട്? വഹാബികൾക്ക് ഇസ്ലാമിന്റെ ശിആറുകളോട് യാതൊരു ബഹുമാനവുമില്ല. പിന്നെ ആരാ? ഭീകരവാദികൾ. ഇവരില്ലെങ്കിൽ ഇവർ ഇനി കഅബാലയത്തിന്റെ ഉള്ളിൽ കടിച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നെ പറയാ, അടുത്ത ക്ലാസ്സിൽ പറയാ. കഅബാലയത്തിന്റെ ഉള്ളിൽ കളിച്ചിട്ടുണ്ട്. 600 പട്ടാളക്കാരോടുകൂടെ കഅബാലയത്തിന്റെ ഉള്ളിൽ AK-47 വന്നു. ആര്? 1979 ആര്? വഹാബികൾ. ജുഹൈമാനുൽ ഉതൈബി അയാൾ ആരാ? വഹാബി. 600 ഭടന്മാരോടുകൂടെ 1979 സുബഹി നിസ്കാരത്തിന് കയറിയത് ഓർമ്മല്ലേ? എന്നിട്ടും ആളുകളെ പുറത്തു വിട്ടില്ല. ഓർമ്മയില്ല ആ സംഭവമൊക്കെ? AVയുടെ പാട്ടുണ്ടല്ലോ, AV പാട്ടുണ്ടാക്കിയിട്ടുണ്ടല്ലോ ആ വിഷയത്തിൽ. AD 1979 ഇയാൾ ആരാ? ഈ ജുഹൈമാനുൽ ഉതൈബി ആരാ? ജുഹൈമാനുൽ ഉതൈബി നാസിറുദ്ദീൻ അൽബാനിയുടെ ഇഷ്ടപ്പെട്ട ശിഷ്യൻ. എവിടുത്തെ വിദ്യാർത്ഥി? മദീന യൂണിവേഴ്സിറ്റിയിലെ വഹാബി വിദ്യാർത്ഥി. വഹാബി യൂണിവേഴ്സിറ്റിയായ മദീന യൂണിവേഴ്സിറ്റിയിലെ ടെററിസ്റ്റായ ആളായിരുന്നു ആര്?
ജുഹൈമാനുൽ ഉതൈബി, അയാളാണ് 1979 കഅബ ഉപരോധിച്ചത്. കഅബയുടെ മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിൽ 600 ആളുകളെ AK-47 കൊണ്ടുവന്ന് സുബഹി നിസ്കാരത്തിൽ ആകാശത്തിലേക്ക് നിറയൊഴിച്ചു. ഇന്ന ഭയത്തിനോടെയായിരുന്നു ഞാൻ മഹ്ദിയാൻ. മനസ്സിലായോ പറഞ്ഞത്? ഞാൻ മഹ്ദിയാണെന്ന് വാദിച്ച് 1979 മസ്ജിദുൽ ഹറാമിലേക്ക് തോക്കും കയ്യാങ്കളിയും നടത്തിയതാരാ? ടെററിസ്റ്റായ വഹാബി. ഇനി അവർക്ക് എവിടെ നടത്താൻ കഴിയട്ടെ? ഇവർക്ക് മനുഷ്യത്തുണ്ട. മനസ്സിലായോ? പഠിക്ക് ചരിത്രം. ചിലരൊക്കെ നമ്മളോട് പറഞ്ഞത് ഷിയാക്കളാ ചെയ്ത്. തൽക്കാലം ഷിയാക്കളല്ല, ചരിത്രം പഠിക്ക്. മദീന യൂണിവേഴ്സിറ്റിയിലെ വഹാബി വിദ്യാർത്ഥി, ആരുടെ വിദ്യാർത്ഥി? 20-ാം നൂറ്റാണ്ടിലെ പരിശുദ്ധ ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് ഇമാം ബുഖാരി തങ്ങളെ ഹദീസ് വരെ ലഈഫാക്കിയ കറുകറുത്ത ചരിത്രമുള്ള നാസിറുദ്ദീനുൽ അൽബാനി, അയാളുടെ അരിമ ശിഷ്യനാണ് ആര്? ജുഹൈമാനുൽ ഉതൈബി. അയാളാണ് 979 600 പട്ടാളക്കാരോടുകൂടെ AK-47 പെരടിയിലും വെച്ച് വന്നിട്ട് മക്കായിൽ കഅബാലയത്തിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്ന ആളുകളെ ഉപരോധിച്ചത്. വഹാബി. ഇവർക്കല്ലാതെ കഴിയൂല. എന്തുകൊണ്ട്? ഇവർ വഹാബികളാണോ ഭീകരവാദികളായിരിക്കും? ഭീകരവാദമില്ലാത്തൊരു വഹാബിയത്തുണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. വളരെ ചിന്തിക്കണം. അതുകൊണ്ട് ഞാൻ വഹാബികളോട് നിങ്ങളെ ചരിത്രം പഠിക്കണമെന്ന് ഉപദേശിക്കുകയാണ്. ഇത് ജനങ്ങളെ കൊള്ളയടിക്കാനും ജനങ്ങളെ കാഫിറാക്കി കൊള്ളയടിക്കാനും അധികാരം പിടിച്ചടക്കാനും ഉണ്ടാക്കിയ ഒരു തട്ടിപ്പടച്ചുണ്ടാക്കിയ തൗഹീദാണിത്. ആ തൗഹീദിന് എത്ര കഷ്ണ, ആ തൗഹീദിന് എത്ര കഷ്ണ. ഞങ്ങൾ സമസ്തണ്ട്, AP വിഭാഗമുണ്ട്, സംസ്ഥാനുണ്ട്, ദക്ഷിണുണ്ട്. തൗഹീദിൽ വ്യത്യാസമില്ല. ചെറിയ തർക്കണ്ട്, സംഘടന സെക്രട്ടറി പ്രസിഡന്റ്. അത് തീരാതെ അതിന്റെ വിഷയമല്ല. അത് തീരലാണ് എന്റെ ആഗ്രഹം. പക്ഷേ അതൊന്നും നിന്റെ വിഷയമല്ല. അതൊക്കെ തലയിരിക്കുമ്പോ വാലാടാൻ പാടില്ല എന്ന് ഞാൻ അർത്ഥം. പക്ഷെ തർക്കമില്ല. ചില സ്ഥലത്ത് വഹാബികൾ പ്രശ്നം ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അത് സമസ്താനയുടെ കീഴിലുള്ള പ്രദേശമാണെങ്കിലും സമസ്തക്കാർ വന്ന് മറുപടി അറിയും. ചിലപ്പോൾ സമസ്തയുടെ പ്രദേശത്ത് വഹാബികൾ പ്രശ്നം ഉണ്ടാക്കിയാൽ സമസ്ഥാനക്കാർ മറുപടി പറഞ്ഞ എത്ര സംഭവമുണ്ട്. ബഹുമാനപ്പെട്ട നജീബ് മൗലവി എത്ര സമസ്തയുടെ ഏരിയകളിലും മറ്റുമൊക്കെ വന്ന് ജനങ്ങളെ ഉദ്ധരിച്ച് പ്രസംഗിച്ച സംഭവം. എന്തുകൊണ്ട്? അവിടെ എല്ലാവരും കേൾക്കും. നജീബ് മൗലവി തൗഹീദും ശിർക്കും പറയുകയാണെങ്കിൽ നമ്മളവിടെ പോയിരിക്കും. എന്തുകൊണ്ട്? അദ്ദേഹം സമസ്ഥാനയാണ്, നമ്മൾ സമസ്തയാണ്. തർക്കമൊന്നുമില്ല. എന്തുകൊണ്ട്? തൗഹീദ് ഒന്നാണ്. മറ്റൊരു അങ്ങനെ തന്നെയാണ്. ബഹുമാനപ്പെട്ട പേരോട് റഹ്മാൻ സഖാഫി തൗഹീദും ശിർക്കും പറയാണ് എങ്കിൽ ആയിരക്കണക്കായ സുന്നികൾ പോയി കേൾക്കും. എന്തുകൊണ്ട്? തൗഹീദിന്റെയും ശിർക്കിന്റെയും വിഷയത്തിൽ അവരും നമ്മളും തമ്മിൽ തർക്കമില്ല. അമീദ് വൈസി അമ്പലക്കടവ് തൗഹീദും ശിർക്കും പറയുകയാണെങ്കിൽ അതിലേതെങ്കിലും വഹാബി എതിർത്താൽ നേരെ അതിന് മറുപടി പറയാൻ AP വിഭാഗത്തിൽപ്പെട്ട പ്രഭാഷകർ തയ്യാറാകും. എന്തുകൊണ്ട്? തൗഹീദ് ശിർക്കിന്റെ കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ തർക്കമില്ല. നിങ്ങളോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ തൗഹീദ്. ഒരു സംഘടിതരെ പല തൗഹീദ്. ജിന്നുള്ളവർക്ക് ജിന്നില്ലാത്തവർക്കും, ജിന്നുള്ളവർക്ക് പല തൗഹീദ്, ജിന്നില്ലാത്തവർക്കും പല തൗഹീദ്. ഇപ്പോൾ എന്താ തൗഹീദ് അതും അറിയില്ല. രാവിലെ ഒരു വില, ഉച്ചക്കൊരു വില, രാത്രി ആയാൽ വില മാറി. അങ്ങനെയുണ്ട്. പണ്ട് ശാസ്ത്ര സാഹിത്യത്തിന്റെ ഒരു പാട്ടുണ്ട്. രാവിലെ ഒരു വില, ഉച്ചക്കൊരു വില, രാത്രി ആയാൽ വില. ഇതാണ് വഹാബി തൗഹീദ്. എന്തേ? നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾക്ക് തൗഹീദല്ല പ്രശ്നം, നിങ്ങൾക്ക് അധികാരമാണ്. ഇതൊരു രാഷ്ട്രീയ മൂവ്മെന്റാണ്. ഇനി ലോകത്തെവിടെയും രാഷ്ട്രീയം വെച്ച് നിങ്ങൾ സുന്നികളെ ചതിച്ചിട്ടുണ്ട്. കേരളത്തിൽ ചതിച്ചിട്ടുണ്ട്. ആ ചതിയുടെ ലിസ്റ്റ് ഇപ്പോൾ ഞാൻ വായിക്കണില്ല. വല്ലാതെ കളിച്ചവർ മറുപടി സുന്നികളെ രാഷ്ട്രീയത്തിന്റെ മറ പിടിച്ച് വഹാബികൾ കളിച്ച് ചതിച്ചതിന്റെ ലിസ്റ്റ് ഞാനാണ് വായിച്ചാൽ ചെവിയോട് കൊട്ടു. മറുപടി അവനെ കൊണ്ട് കഴിയില്ല. അതൊന്നും ഇപ്പോൾ ഞാൻ വായിക്കാൻ കരുതിയിട്ടില്ല. പക്ഷേ വായിപ്പിക്കരുത്.
വളരെ താഴ്മയോടെ പറയേണ്ട വാക്കിൽ എവിടെയെങ്കിലും നിങ്ങളെ വിഷമിപ്പിച്ചാൽ നിങ്ങൾ ക്ഷമിക്കണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അഹ്ലു സുന്നയുടെ മാർഗത്തിലേക്ക് ഹക്കായ മാർഗം, അതാണ് സിറാത്തുൽ ലദീന അൻഅംത, അതാണ് ഔസാരി ഇമാമിന്റെ മാർഗം, അതാണ് ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ മാർഗം. ഞങ്ങൾക്ക് എല്ലാം ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി ഒരു തർക്കമില്ല. എന്തിന്റെ വിഷയത്തിൽ? തൗഹീദ്. എനിക്കൊരാവശ്യമുണ്ടായാൽ ഞാൻ അബൂ ഹനീഫന്റെ ഖബർ സിയാറത്ത് ചെയ്ത് ദ്വാർന്നാൽ എന്റെ ആവശ്യം നിർവഹിച്ച് കിട്ടാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആളാരാ? ഇമാമുന ശാഫിഈ. ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഖബറിൽ പോകുന്നത് നിങ്ങളെ വഹാബികളെ വീക്ഷണം എന്താ? ശിർക്ക്. അപ്പോൾ നിങ്ങളെ വീക്ഷണ പ്രകാരം ഇമാം ശാഫിഈ ശിർക്ക് ചെയ്തു. ഞങ്ങൾക്കോ വ്യത്യാസമല്ലൊന്ന. അതുകൊണ്ട് നിങ്ങൾ പരിശോധിക്കണം. മൻ തമസ്സക ബിഹാ വനസറഹാ മല്ലക ബിഹൽ ബിലാദ വൽ ഇബാദ. വഹാബി തൗഹീദ് നിങ്ങളുടെ കയ്യിൽ പിടിച്ചാൽ നിങ്ങൾക്ക് രാജ്യങ്ങൾ പിടിച്ചടക്കാം, ജനങ്ങളെ പ്രജകളാക്കാം. ഈ ഇത്ര പോണ ദിർഇയയിലെ മരുപ്പച്ചയിലെ നാട്ടുമൂപ്പനായി കഴിഞ്ഞുകൂടണ്ട. നിങ്ങൾക്ക് ലോകമൊക്കെ പിടിച്ചടക്കി സമ്പത്തുണ്ടാക്കി. എത്ര സമ്പത്തുണ്ടാക്കിയേ കയ്യും കണക്കില്ല. എത്ര സമ്പത്തുണ്ടാക്കിയേ കയ്യും കണക്കില്ല. ഞാൻ അവസാനിപ്പിക്കാണ്. ഇത് കൂടിയാണ് വായിക്കാം. لقد رأينا الدرعي بعد ذلك في زمن سعود بن عبد العزيز. عبد العزيز മാനായ സഊദ്, ഇയാളാണ് മക്ക പിടിച്ചടക്കിയ, കൊള്ളടിച്ചൊക്കെ മക്ക പിടിച്ചടക്കി. ഇയാളുടെ കാലത്ത് വമാ ഫീഹി അഹ്ലുഹാ മിനൽ അംവാലി വകസറത്തിൽ റിജാലി വസ്സിലാഹിൽ മുഹല്ലാ ബിദ്ദഹബി വൽ ഫില്ല. എത്ര സ്വർണമാണ്, ആഭരണമാണ് അക്കാലത്ത് ആയപ്പോഴത്തിന് ദിർഇയ്യയുടെ തലസ്ഥാന, വഹാബി തലസ്ഥാനമായ ദിർഇയ്യയിൽ ഉണ്ടായതിന് കയ്യും കണക്കില്ല. എന്തൊക്കെ ഉണ്ടായിരുന്നത് മനസ്സിലായില്ല. ചില്ലറ കാലം കൊണ്ട് AD 1744 ബൈഅത്ത്. മനസ്സിലായില്ലേ? AD 1803 ആര്? സൗദ് രാജാവ് വരുന്നത്. മറ്റേ മുഹമ്മദ് സൗദിന്റെ മകൻ, അബ്ദുൽ അസീസിന്റെ മകൻ സൗദ്. അയാളെ കാലമായപ്പോഴത്തിന് വഹാബി തലസ്ഥാനമായ ദിർഇയ്യ ഇന്നത്തെ റിയാദിന്റെ ഒരു സൈഡ്, അവിടെ ഉണ്ടായ മുതലിന് കയ്യും കണക്കില്ല. എങ്ങനെ ഇല്ലാതിരിക്കുക? ഈ മുതൽ എങ്ങനെ കട്ടെടുത്തല്ലേ? അന്ന് എണ്ണ കണ്ടുപിടിച്ചിട്ടില്ല. എണ്ണ വഹാബികൾക്ക് കണ്ടുപിടിക്കണത് 1938. ഇത് 1803 സംഭവം. ഇതിന്റെ കൂടെ അല്ല. പയറും പരിപ്പൊന്നും ഉണ്ടാക്കണ പണി ഓൽക്കില്ല. നമ്മളൊക്കെ പയറ് വിറ്റിട്ടുണ്ട് പൈസ ഉണ്ടാക്കിയാന്ന് വിചാരിക്കാം. മനസ്സിലായില്ല? പയറും പൂളിയും മരിച്ചീനിയും ചെയ്യുമ്പോ ഒന്നുണ്ടാക്കി അങ്ങനെ പൈസ ഉണ്ടാക്കിയല്ല. പിന്നെങ്ങനെ കൊന്നുകൊള്ളടിച്ച് അവസാനം ഉണ്ടായപ്പോ സൗദിന്റെ കാലായപ്പോഴത്തിന് മിനൽ അംവാലി മുതലുകള്, വലിയ വലിയ ഒട്ടക കൂട്ടങ്ങള്, വാഹനങ്ങള്, ആയുധങ്ങൾ. എങ്ങനത്തെ ആയുധം? അൽ മുഹല്ലാ ബിദ്ദഹബി വൽ ഫില്ല. സ്വർണം വെള്ളിയും കെട്ടിയ ആയുധങ്ങൾ ഉണ്ടായിക്കൂടെ? സ്വർണം വെള്ളിയൊക്കെ കെട്ടിയ ആയുധം തന്നെ ഉണ്ടായിക്കൂടെ? നിങ്ങൾക്ക് എന്തിനാ? നിങ്ങൾക്ക് മകളെ കെട്ടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മകളെ കെട്ടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഒരു 5 പവൻ കൊടുക്കാൻ എങ്ങനെയാണ് ആലോചിച്ചിരിക്കണോരും ഈ കൂട്ടത്തിലുണ്ട്. എന്തുകൊണ്ട്? കൊള്ളയടിച്ച് പഠിച്ചിട്ടില്ല. കൊള്ളയടിച്ച് പഠിച്ചാലോ ഒരു ബുദ്ധിമുട്ടില്ല. ചാൾസ് ശോഭരാജിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. കായംകുളം വച്ചലേക്ക് ബുദ്ധിമുട്ട്, ഇവർക്ക് ബുദ്ധിമുട്ടില്ല. എന്തുകൊണ്ട്? കൊള്ളയടിച്ചു. എത്ര? അൽ മുഹല്ലാ ബിദ്ദഹബി വൽ ഫില്ല വഇൻദഹുൽ ഖിയലുൽ ജിയാദ്. വലിയ വലിയ ഊക്കൻ കുതിരകള്, വൽ നജായിബുൽ ഉമാനിയാത്ത്, വലിയ വലിയ ഒമാനി ഒട്ടകങ്ങള്, വൽ മലാബിസുൽ ഫാഖിറ, വലിയ വലിയ മേത്തരം വസ്ത്രങ്ങള്, വൽ റഫാഹിയാത്ത് മാ യഅജുസു അൻ അദ്ദിൽ ലിസാൻ. ഒരു നാവുകൊണ്ട് അക്കാലത്ത് വഹാബി തലസ്ഥാനത്തുണ്ടായ സമ്പത്ത് ഒരു നാവുകൊണ്ട് എണ്ണി തീർക്കാൻ കഴിയില്ല. എണ്ണിത്തീർക്കാൻ കഴിയില്ല എന്നുള്ളൊരു വാക്ക് ഒരു സാഹിത്യകാരൻ പറഞ്ഞത് ഞാൻ കേട്ടത് ബുർദയില. ഒരു നാവ് കൊണ്ട് എണ്ണി തീർക്കാൻ കഴിയൂല. ഇവിടെ വഹാബി ചരിത്രകാരൻ പറയുന്നു, പൊന്നാരി ചരിത്രകാരൻ, വസീറ, മന്ത്രിയ, ആമുഖ, അവര് പറയുന്നു
സഊദ് ഖാന്റെ കാലഘട്ടമായപ്പോഴത്തിന് ഞങ്ങളെ തലസ്ഥാനത്തെ മുതല് ഒരു നാവോണ്ട് എണ്ണി തീർക്കാൻ കഴിയൂല. ഇത്രയും കട്ടു, ഇത്രയും കൊള്ളടിച്ചു എന്ന് ഏതൊരു ഹൃദയത്തിനോ ഒരു വിരൽ കൊടിക്കോ ചൂണ്ടിയിട്ട് തീർക്കാൻ കഴിയില്ല. അതിന് മാത്രം മുതലേ എനിക്ക് തോന്നുന്നത് ഇയാളൊക്കെ ഒരു പോയറ്റക്കാരനാണ്, ഈ ചരിത്രകാരൻ. കാരണം ഈ ജാതി പോയറ്റൊക്കെ മനുഷ്യൻ വായിക്കുന്ന പോലും ഈ കുട്ടികൾ ചിന്തിക്കണില്ല. പിന്നെ ഇവര് വിചാരിക്കണേ എല്ലാം വെള്ളരിക്കപ്പെട്ടതാണെന്ന്. അവരെ ഒക്കെ അവരുടെ നാടാണ്, ഒക്കെ അവരതാണ്, എല്ലാം നമ്മളതാണ്, നമ്മൾ പറയും പോലെയൊക്കെ എന്നാണ് ഇവര് വിചാരിച്ചിട്ടുണ്ടാകുക പാവങ്ങൾ. അതുകൊണ്ട് അല്ലെങ്കിൽ മനുഷ്യൻ ഇതൊന്നും എഴുതിയൊക്കൂല. അവരവരുടെ ചരിത്ര പുസ്തകങ്ങൾ മന്ത്രി അഡ്രസ് എഴുതിയിട്ട് ആമുഖമേറ്റി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ നബി പറഞ്ഞു, കട്ട് കൊണ്ടുപോയിട്ട് ഉണ്ടായ മുതൽ കയ്യും കണക്കും ഇല്ല. وأنا وقد نظرت إلى موسمها يوما وأنا في مكان مرتفع وهو في الموضع المعروف بالباطن بين منازله الغربية التي فيها آل سعود. آل سعود كباركنا إيريا والمعروفة بالطريف وبين منازل الشرقية والمعروفة بالبجيري التي فيها أبناء الشيخ. شيخنا بيرك كتيالهم وهابنا بيرك كتيالهم രാജാവിന്റെ പേരക്കുട്ടികളൊക്കെ ഈ പാർക്കുന്ന ഏരിയ, അതൊക്കെ ഒരു വല്ലാത്ത ഏരിയ. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ആഘോഷവേളകൾ. എത്ര ഒട്ടകങ്ങളാ, എത്ര കുതിരകളാ, എത്ര ആയുധങ്ങളാ, എത്ര സ്വർണ്ണ. പിന്നെ കസരത്യമായ താഴത്തോനും മീൻ സ്വഫക്കത്തിൽ നമ്മളല്ലേ വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളൂ. ഞാൻ അവിടുത്തെ മാർക്കറ്റിൽ പോയി നോക്കി. ഏത് പീടിയിലും ഞാൻ കൊടുത്തു, ഞാൻ വാങ്ങി എന്നല്ലാത്തൊരു വർത്താനല്ല. കേക്കും പടിഞ്ഞാറൊക്കെ ദുഃഖാനുകൾ, വലിയ വലിയ പീടികകള് എന്തൊക്കെയാണ്. സുൽത്താൻ എത്ര മുതലാണ് കൈയടക്കിയെന്ന് യാതൊരു കണക്കുമില്ല. ഇത് എണ്ണ വിറ്റതല്ല. ഇത് ഏത് കാലത്തെ സംഭവം പറയാ? സഊദ് മരിച്ചത് 1814 എണ്ണ കണ്ടുപിടിക്കുന്നത് 1938. അതുകൊണ്ട് വിടുന്ന പരിപാടിയില്ല. നിങ്ങൾ നന്നാവാതെ ഞങ്ങൾ വിടൂല. എനിക്ക് നിങ്ങളോട് ശത്രുതയില്ല. വഹാബികൾ നന്നാകാതെ ഞാൻ വഹാബികളെ ഉപേക്ഷിക്കുകയില്ല. വഹാബികളെ നന്നാക്കലല്ലാതെ എനിക്ക് ലക്ഷ്യം ഇല്ല. എന്തുകൊണ്ട്? അന്യ സമുദായക്കാർ വിചാരിച്ചിട്ടുണ്ട് നമ്മൾ ഭീകരവാദികളാണ്. നമ്മൾ ഭീകരവാദികളല്ല. നിങ്ങൾ ആ മാനിഫെസ്റ്റോ നിങ്ങൾ മാറ്റിച്ചാൽ നിങ്ങൾ ആദ്യം എന്ത് മാറ്റണം? നിങ്ങൾ എന്ത് മാറ്റണം? നിങ്ങൾ അതാണ് മാറ്റണം. മുഹമ്മദ് അബ്ദുൽ വഹാബിനെ വഹാബിയായി നന്നാകാൻ കഴിയൂല. അത് കഴിയൂല. കാഷ്ടം തടിയിൽ വെച്ചിട്ട് സെഞ്ചി തേച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കണം. അയാൾ ഭീകരവാദിയാണ്. അയാളെ കാര്യം വളരെ പോക്കാണ്. അയാൾ മുസ്ലിം ഉമ്മത്തിനെ ചതിച്ചതിന് കയ്യും കണക്കുമില്ല. 20-ാം നൂറ്റാണ്ടിൽ ഉസ്മാനിയ ഖിലാഫത്തിനെ തകർത്തവരെ എന്ത് ചെയ്തു ഇൻഷാ അല്ലാഹ് ഇനി ഒരു അവസരം ഉണ്ടായെങ്കിൽ പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു കാര്യങ്ങളെ ഒരു വിശ്വനോടുമില്ല. എന്തു പറയാ? വഹാബികളെ ചിന്തിക്കണം. എനിക്ക് നിങ്ങളോടൊരു വിരോധവുമില്ല. കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുകയും ഇതിന് അല്ലാഹു ഒരു അവസരം നൽകിയതാണ്. എന്താണെങ്കിലും ഒരവസരമാണ്. അതുകൊണ്ട് നേരായ പാതയിലേക്ക് വന്ന് അഹ്ലുസുന്നയാണ്, ഹഖായ മാർഗമെന്ന് മനസ്സിലാക്കണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും വളരെ താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. പാഴൂരിലെ എസ്കെഎസ്എഫിന്റെ കുട്ടികളാണ് ഈ പ്രഭാഷണം നടത്തുന്നത്. ഇതിന്റെ പിന്നിൽ അവരാണ്. അവർക്ക് അല്ലാഹു തആല വലിയ ഖൈറും റഹ്മത്തും നൽകട്ടെ. അടുത്ത ദിവസം ഒരു പരിപാടി
മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ 18-ാം തീയതി പരിപാടി, ലോക്ക്ഡൗണോ മറ്റ് പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ 18-ാം തീയതി വിശാലമായ പരിപാടി ബഹുമാനപ്പെട്ട സംസ്ഥയുടെ പ്രവർത്തകന്മാരുടെ വലിയ വലിയ പ്രഭാഷകന്മാരുടെയൊക്കെ പരിപാടി പാഴൂരിൽ അവിടെ വീണ്ടും പറയപ്പെട്ട ആ ഒരു മൈതാനത്ത് തന്നെ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് 18-ാം തീയതി മറ്റ് ലോക്ക്ഡൗണോ പ്രശ്നമോ ഇല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അഷറഫ് കക്കുപ്പടി, ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി തുടക്കമുള്ള സുന്നത്തി ജമാഅത്തിന്റെ ഈറ്റപ്പുലികളായ ആൺകുട്ടികൾ വന്ന് വളരെ മനോഹരമായ പരിപാടി ഈ വരുന്ന 18-ാം തീയതി നടക്കും. ലോക്ക്ഡൗണോ മറ്റൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ അങ്ങനെയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നേരായ വഴിക്ക് എല്ലാവരും വരണമെന്ന് വളരെ താഴ്മയായി ഇനി നമുക്ക് തുർക്കി ഖിലാഫത്ത് പഠിക്കേണ്ടതുണ്ട്. അവരുടെ കാലഘട്ടം അതെവിടുന്ന് വന്നു എന്നും പഠിക്കണം. അതെവിടുന്ന് വന്നു. സലാഹുദ്ദീനെ പഠിക്കുമ്പോൾ പഠിക്കേണ്ട ഒരു വിഷയം ഞാൻ ഇട്ടുപോയിട്ടുണ്ട്. സലാഹുദ്ദീൻ റളിയല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹി ഒരു പുഷിങ്ങാണ്. ആരുടെ? ഇമാം ഗസാലിയുടെ ധൈര്യത്തിൽ നിന്നാണ് ആരുണ്ടായത്? സുൽത്താൻ സലാഹുദ്ദീൻ. അതൊക്കെ ഞാൻ പിന്നെ പറയും. ഒരിക്കലും സൂഫികളല്ലാതെ മാറ്റം ഉണ്ടാക്കില്ല. ഇനി ഇവിടെ ഒരു മാറ്റം ഉണ്ടാക്കണം സൂഫികൾക്ക് കഴിയുള്ളൂ. എന്തുകൊണ്ട്? ഇതൊരു വരണ്ട ഇസ്ലാമാണ് ഇവർ അവതരിപ്പിക്കുന്ന ഇസ്ലാം. അതിന് പുരോഗതി ഉണ്ടാവില്ല. ഇനി മാറ്റം ഉണ്ടാവും. സൂഫി വരും. വലിയ സൂഫികളുടെ നേതാവാണ് ആര്? മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു യുവാതു ഇസ്മുഹു ഇസ്മി വസ്മു അബീഹി ഇസ്മ അബീ. അതുകൊണ്ട് ശുദ്ധരായ അഹ്ലുസുന്നയുടെ മുത്തഖീങ്ങളായ സൂഫികൾക്ക് വഴിപ്പെടണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. കള്ളത്തൊരീക്കത്ത് കള്ളത്തൊണ്ടാവുമല്ലോ, എന്തല്ലാത്തത്? ഹക്കായ തൊരീക്കത്തുണ്ടെങ്കിൽ കള്ളത്തൊരീക്കത്തുണ്ടാവും. ഹക്കായ നോട്ടുണ്ടെങ്കിൽ കള്ളനോട്ടുണ്ടാവും. അത് എല്ലാ നോട്ടും കള്ളനോട്ടാന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരാൾ വരുന്നുണ്ട്. എല്ലാ ത്വരീഖത്തിന്റെയും സ്റ്റേഷനാണ് അവർ. ആര്? ബഹുമാനപ്പെട്ട അൽ മുഹമ്മദിയ മാർഗം ഇനി വരുന്നുണ്ട്. ആര്? ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി. അവരെ പേര് എന്റെ പേര് പോലെയാവും. അവരെ വാപ്പാടെ പേര് എന്റെ വാപ്പാടെ പേര് പോലെയാവും. ആര്? മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് മിൻ ഔലാദി ഫാത്തിമ മിൻ സുലാലത്തി ഹസൻ. ഹസൻ റളിയല്ലാഹുവിന്റെ പേരക്കുട്ടിക്കല്ലാതെ വഹാബികളെ ഇന്ന് മുസ്ലിമീങ്ങൾ നിന്ദ്യരാണ്. ലോകത്തെവിടെയും നിന്ദ്യരാണ്. ആരാ നിന്ദ്യരാക്കിയത്? നിങ്ങള്. ഒരു പേര് കേട്ടാൽ യൂറോപ്യന്മാരവിടെ ഉണ്ടാതിരിക്കും. ഒരു യൂറോപ്യനും ഒരു തുർക്കിയും ഒരു ചായ ചോദിച്ചാൽ കടയിൽ ആദ്യമേ തുർക്കിക്ക് ചായ കൊടുക്കൂ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇതാ ചരിത്രം. മനസ്സിലായില്ല? ഒരു തുർക്കിയായ യൂറോപ്യനൊരു കടയിൽ കയറിയിട്ട് ഒരു തുർക്കിയും ഒരു യൂറോപ്യനും ചായ ഒഴിച്ചാൽ ആദ്യം ചായ ആർക്ക് കൊടുക്കും? തുർക്കി കൊടുക്കും. എന്റെ ലോകം മുഴുവനും അടക്കി ഭരിച്ച് എല്ലാ മതങ്ങളെയും ബഹുമാനിച്ച് ക്രിസ്ത്യാനികൾ ജൂതന്മാർ എല്ലാവർക്കും എല്ലാവിധ സഹിഷ്ണുതയും സ്നേഹവും സൗകര്യവും എല്ലാം ചെയ്തു കൊടുക്കുന്ന രാജ്യമായിരുന്നു, സാമ്രാജ്യമായിരുന്നു തുർക്കികള്. അവരെ കൂട്ടത്തിൽ മതങ്ങള്, പല മതവിശ്വാസങ്ങള്, പല മതപുരോഹിതന്മാര്, പല മതസംഘടനകള് എല്ലാവരെയും സ്വതന്ത്രമായി വിരാജിക്കാൻ വിട്ട ഭരണകൂടാണത്. മനസ്സിലായില്ലേ? ലോകോ സമസ്തോ സുഖിനോ ഭവന്തു. ഈ ഒരാശയമുള്ള ആളുകളാണ് ആര്? ഹബീബായ റസൂൽ പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ. ഒരാളെയും അകാരണമായി ദ്രോഹിക്കാത്ത ക്ഷമ കൈക്കൊള്ളുന്നവരാണ് അവര്. എവിടുന്ന? എന്തേ അവര് വരുന്നത്? എവിടുന്ന? സൈബേരിയ. ഉസ്മാനികൾ വന്നത് സൈബേരിയയിൽ നിന്ന്. ഏതാ സൈബീരിയ? സബൂരിയ. മനസ്സിലായില്ലേ? അവിടെ അറബികൾ ചെന്നപ്പോൾ അവർ ആ നാട്ടുകാരെ ക്ഷമ കണ്ടിട്ട് എന്ത് പറഞ്ഞു? സബൂരിയ എന്ന് പറഞ്ഞു. ഈ സബൂരിയ എന്ന ഏറ്റവും വലിയ ധ്രുവപ്രദേശമാണ് ഏത്? റഷ്യയുടെ അങ്ങേ ഭാഗത്തെ ധ്രുവപ്രദേശമാണ് ഏത്? സൈബീരിയ. സൈബീരിയ എന്ന് പേരിട്ടത് അറബികളാണ്. പൗരാണിക കാലത്ത് കച്ചവടക്കാരായ അറബികളിട്ട പേരാണ് എന്ത്? സബൂരിയ. ഈ സബൂരിയ എന്ന വാക്ക് ലോപിച്ചാണ് എന്തായത്? സൈബീരിയ. അവിടുന്നാണ് തുർക്കികൾ വരുന്നത്. അവര് സബരിങ്ങളാണ്. അവരെടുത്തിയാടൂല, അവർ കൈത്തോട്ട നടക്കല്ല. അവര് സ്നേഹത്തോടെയും സഹിഷ്ണുതയോടെയും ജീവിക്കാണ് അവര്. സുബ്ഹാനല്ലാഹ്. അബ്ദുൽ ഹമീദ് രണ്ടാമന്റെ ഒക്കെ ക്ഷമ പറഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞു. ആ മഹാനെയൊക്കെ നിങ്ങൾ ഒറ്റ കൊടുത്തില്ലേ? നിങ്ങൾക്ക് മാപ്പുണ്ടാ? എന്താണ് നിങ്ങൾ ലോകത്തോട് പറഞ്ഞത്? തുർക്കി ഖലീഫമാർ സുഖലോലുപന്മാരാണ്. എന്നിട്ട് അവരെ ചതിച്ചു ഒഴിവാക്കിയിട്ട് ഇന്ന് നിങ്ങളെ മുന്നിലുള്ള ആളുകളാരാ? അവരെ ദൂർത്ത് പറയണോ?
വളരെ ചിന്തിക്കണം. ഒരൊറ്റ രാത്രി ഒരു വഹാബി രാജാവ് ലാസ് വെഗാസിൽ ഒരു രാത്രി ഒരു ക്ലബിൽ ചെലവാക്കിയത് 74 കോടി രൂപയാണ്. ഒരു വഹാബി രാജാവ് ഒരൊറ്റ രാത്രി കളിച്ചു കളഞ്ഞത് 74 കോടിയാണ്. ചിന്തിക്കണം. ഇനിയുള്ള മഹാന്മാര് വരും, നിങ്ങൾ പേടിക്കണ്ട. അതുകൊണ്ട് ചെറുപ്പക്കാരെ, അല്ലാഹു വഹാബിയത്തിൽ ദീനില്ലേട്ട, വഹാബിയത്തിൽ ദീനില്ല, വഹാബിയത്തിൽ തൗഹീദില്ല, വഹാബിയത്തിൽ തൗഹീദില്ല, വഹാബിയത്തിൽ ദീനില്ല. അതൊരു രാഷ്ട്രീയ മൂവ്മെന്റ്. ഇത് മനസ്സിലാക്കണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി എന്നെ ഇതിന് പ്രാപ്തനാക്കിയ, എന്നെ അതിനു വേണ്ടി അധ്വാനിച്ച എൻ്റെ ഉപ്പാക്ക് അല്ലാഹു മഗ്ഫിറത്ത് സുന്നക്ക് വേണ്ടി അധ്വാനിക്കുന്നതിൽ ഏറെ തൽപരനായിരുന്നു എൻ്റെ ഉപ്പ. ഖബറിൽ കിടന്ന് സന്തോഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വേല പറയുന്നത്. എൻ്റെ കുട്ടികൾ നാളെ നന്നായി തീരാൻ, ഒക്കെ എൻ്റെ കുട്ടികളാണ്, ഒക്കെ നന്നാവണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എൻ്റെ ഉപ്പാക്ക് സന്തോഷമുണ്ടോ? ഇന്ന് ഈ വേളയിലും എൻ്റെ ഉപ്പാക്ക് സന്തോഷമുണ്ടോ? എൻ്റെ ഉപ്പ എത്ര പട്ടിണിയാണെങ്കിലും ദീനിൽ വെള്ളം ചേർക്കാൻ സമ്മതിക്കുന്ന ഒരാളായിരുന്നില്ല. അതിനുവേണ്ടി എല്ലാ സൗകര്യവും ഞാൻ ചെയ്തു കൊടുക്കും. അവർക്ക് സുന്നത്യമായി തരണം. അവർ ജീവന്റെ തുടിപ്പായിരുന്നു. ആ ഉപ്പാക്ക് വേണ്ടിയാണ് ഈ പ്രഭാഷണവും ഞാൻ സമർപ്പിക്കുന്നത്. എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അല്ലാഹുവിൻ്റെ മലായിക്കത്ത് ഈ മജ്‌ലിസിൽ ഹാജരാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അവരുടെ ദറജകളെ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. ആരൊക്കെ ഈ മജ്‌ലിസിൽ ഹാജരായാലും അവരുടെ ദറജകളെ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. അവർക്ക് അല്ലാഹു വലിയ ദറജ കൊടുക്കട്ടെ. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഹഖിനെ ഹഖായി മനസ്സിലാക്കാൻ പാവപ്പെട്ട വഹാബി സുഹൃത്തുക്കൾക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവർ നിരപരാധികളാ. അവരെ മൗലവിമാർ ചതിച്ചതാ. ആ വഹാബി മൗലവിമാർ ചതിച്ചതിൽ നിന്ന് ചതിയിൽപ്പെട്ട പാവപ്പെട്ട നിരപരാധരായ വഹാബി സഹോദരങ്ങൾക്ക് ഹക്കിലേക്ക് മടങ്ങി വരാൻ, ഒരു വേള വഹാബി മൗലവിമാർക്കും മടങ്ങി വരാൻ ഒരിക്കലും ഈ ക്രൂരരുടെ കയ്യിൽ ദീൻ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ദീനിൽ ക്രൂരത എന്നൊരു സംഗതി ഇല്ല. ക്രൂരത ചെയ്താൽ ഉറപ്പ് അവരെ കയ്യിൽ എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്? ദീൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. മുസ്ലിം ലോകത്തെ ലക്ഷക്കണക്കിന് കലിമ ചൊല്ലി ജീവിച്ച മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയ ജനതക്ക് എന്ത് ദീനാണ് മോനെ? അതുകൊണ്ട് ദീനിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ മാർഗം സിറാത്തുല്ലദീന അൻഅംത അലൈഹിം അത് പഠിക്കണമെന്ന് പൂക്കോയറ്റങ്ങളും ബാഫക്കത്തങ്ങളും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും കണ്ണിയത്തും ഒക്കെ നിലനിൽക്കുന്ന ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും ജിഫ്രി മുത്തുക്കോയത്ത് തങ്ങൾ സയ്യിദുൽ ഉലമ അവരുമൊക്കെ നിലനിൽക്കുന്ന അഹ്ലു സുന്ന എന്ന ഹഖായ പന്ഥാവിൽ പേരാൻ അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ ഹസ്ബുനല്ലാഹു ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم ربنا اغفر لنا ولآبائنا ولأمهاتنا والذين سبقونا بالإيمان اللهم ربنا اللهم اغفر لأمة محمد اللهم ارحم أمة محمد اللهم انصر أمة محمد اللهم أصلح أمة محمد اللهم تجاوز عن أمة محمد اللهم اجعلنا من أمة محمد اجعلنا من أمة محمد اللهم إن كنت كتبت أسماءنا في ديوان السعداء فلك الحمد ولك الشكر وإن كنت كتبت أسماءنا في ديوان الأشقياء فامح عنا وعن آبائنا وثبت أسماءنا وأسماء آبائنا وأمهاتنا في ديوان السعداء بمحض فضلك وجودك وكرمك يا أكرم الأكرمين ويا أجود الأجودين ويا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد والآل والأصحاب سلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. എനിക്ക് വേണ്ടിയും എൻ്റെ മക്കൾ സാലിഹായി തീരാൻ വേണ്ടിയും മരിച്ചവൻ്റെ ഉപ്പാക്കും മാക്കും സ്വർഗീയ സുഖം ഖബറിൽ കിട്ടാൻ വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഈ പ്രഭാഷണവും എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും പരലോക ഗുണത്തിന് വേണ്ടി മലയാളി മുസ്ലിം സമൂഹത്തിന് സമർപ്പിച്ചു.